വിപിൻ ദാസ് ചാക്കോ ഡിസ്പ്ലേ പ്രാർത്ഥിച്ചാരംഭിക്കും. ബ്രദറെ മ്യൂട്ട് ചെയ്താണ്. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹി സ്വർഗസ്ഥ നല്ല പിതാവേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്ത് വരുന്ന കർത്താവെ, ഇന്ന് നടക്കുന്ന ബൈബിൾ ക്ലാസ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലീഡ് ചെയ്ത ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിപ്പിക്കുന്ന സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ, കേൾക്കുന്ന സ്റ്റുഡന്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അടിയങ്ങൾ വചനം പഠിച്ച് കർത്താവെ അതൊക്കെ ഹൃദ്യസ്ഥമാക്കുവാൻ അടിയങ്ങളെ ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വചനം പഠിച്ച് കർത്താവെ നല്ല നിലകളിൽ കർത്താവെ അപ്പൊ അങ്ങയുടെ വേല ചെയ്യുവാൻ അടിയങ്ങളെ ഒരുക്കുമാറാകണം. അപ്പൊ അങ്ങയുടെ സാന്നിധ്യം കൃപ അടിയങ്ങളോട് കൂടിയിരിക്കുമാറാകണം. യേശുമൂലം ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു. സഭയും മിഷനും എന്നുള്ള വിഷയത്തിൽ മിഷൻ പഴയ നിയമത്തിൽ എന്നുള്ള ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. പഴയ നിയമ മിഷൻ ഒരു വാഗ്ദാനത്തോടു കൂടി ആരംഭിക്കുന്നതായി നമ്മൾ കണ്ടു. സ്ത്രീയുടെ സന്തതിയുടെ വാഗ്ദത്തം, മശിഹായുടെ വാഗ്ദത്തം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ദൈവം നൽകുന്നു. ഗലാത്യലേഖനത്തിൽ നാം വായിക്കുന്നത് കർത്താവിനെ സ്ത്രീയുടെ സന്തതിയായി ന്യായപ്രമാണത്തിൽ കീഴിൽ ജനിച്ചവനായി അയച്ചു എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം ഒരു മിഷണറി ഗോഡാണ്. ദൈവം മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ പുത്രനെ അയക്കുന്നതിനുള്ള പദ്ധതികൾ ഒരുക്കുകയും ഓരോ കാലഘട്ടത്തിലും ദൈവം തൻ്റെ അഭിഷിക്തന്മാരെ എഴുന്നേൽപ്പിച്ച് ആ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമ മിഷന്റെ അതോറിറ്റി എന്ന് പറയുന്നത് ദൈവം സൃഷ്ടാവാണ് എന്നുള്ളതാണ്. സൃഷ്ടാവായ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. പ്രപഞ്ചം മുഴുവനും ദൈവം സൃഷ്ടിച്ചു. അപ്പോൾ ദൈവത്തിന്റെ ഉടമസ്ഥത, പ്രപഞ്ചത്തിന്മേലും മനുഷ്യന്മേലും ഉള്ള ദൈവത്തിന്റെ ഉടമസ്ഥത ദൈവത്തിന്റെ മിഷന്റെ അതോറിറ്റിയാണ്, ആധികാരികതയായി നമുക്ക് കാണുവാൻ കഴിയും. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് തുടങ്ങുന്ന ഭാഗത്ത് ചരിത്രത്തിന്റെ ആരംഭമായി നമുക്കത് കാണുവാൻ കഴിയും. അപ്പോൾ ആ ഒരു സൃഷ്ടിയിലൂടെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് സൃഷ്ടിയുടെ ഒരു പ്രക്രിയ എന്ന്. ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, 6 ദിവസം കൊണ്ട് ദൈവം സകലവും സൃഷ്ടിച്ചു, 7-ാം ദിവസം നിവൃത്തനായി എന്ന് പറയുന്ന ആ ഒരു ഭാഗം കൊണ്ട് ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതികൾ അവസാനിക്കുന്നില്ല. ദൈവം വീണ്ടും ലോകത്തോട് സംവദിക്കുകയും പ്രവർത്തന നിരതനായി തീരുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് പഴയ നിയമത്തിൽ നാം കാണുന്നത്. മനുഷ്യനെ ദൈവം തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. അപ്പോൾ മിഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യരുടെ രക്ഷയും വീണ്ടെടുപ്പുമാണ്. ദൈവിക മിഷന്റെ പ്രധാനപ്പെട്ട മുഖ്യമായ ലക്ഷ്യം മനുഷ്യരുടെ രക്ഷയും വിടുതലും ആണ്. അപ്പൊ അവിടെ മനുഷ്യത്വത്തിന്റെ ഒരു സംരക്ഷണം, മാനവികതയുടെ ഒരു സംരക്ഷണം, അടിമത്തത്തിൽ നിന്നുള്ള മോചനം, മരണത്തിനപ്പുറത്തുള്ള നിത്യജീവിതം. മിഷന്റെ മാനവികത അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട് എന്ന് പറയുന്നത് അവന്റെ രക്ഷയും വീണ്ടെടുപ്പും, ജീവന്റെ മനുഷ്യത്വത്തിന്റെ സംരക്ഷണം, അടിമത്തത്തിൽ നിന്നുള്ള മോചനം,
മരണത്തിനപ്പുറമായ നിത്യജീവൻ. ഈ ഘടകങ്ങളെല്ലാം അടങ്ങുന്നതാണ് മിഷന്റെ മാനവികത. അവിടെ ഒരു പ്രധാനപ്പെട്ട ആശയമുള്ളത്, നഷ്ടപ്പെട്ടു പോയ സ്വരൂപത്തിലേക്ക് മനുഷ്യനെ മടക്കിക്കൊണ്ടുവരിക എന്നുള്ളത്. പാപം ചെയ്ത മനുഷ്യന്റെ ദൈവിക സ്വരൂപം, സാദൃശ്യവും സ്വരൂപവും നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് മനുഷ്യനെ ദൈവം ആ സ്വരൂപത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന പ്രക്രിയയാണ്, ആ പ്രക്രിയയിലേക്കുള്ള പദ്ധതികളാണ് പഴയ നിയമത്തിന്റെ മിഷൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പഴയ നിയമ മിഷന്റെയും പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് അയക്കുക എന്നുള്ളതാണ്. അയക്കുക. ഇപ്പൊ ലോകത്തിന്റെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടി ദൈവം വ്യക്തികളെയും സമൂഹങ്ങളെയും തിരഞ്ഞെടുത്തയക്കുന്നു. അപ്പൊ അതിന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണും. പ്രവാചകന്മാരെ ദൈവം അയക്കുന്നു, നിലവിലേക്ക് യോനയെ അയക്കുന്നു. യോനയുടെ ദൗത്യം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അബ്രഹാമിനെ ദൈവം ബഹുജാതികളുടെ പിതാവാക്കി വെക്കുന്നു, ആ വാഗ്ദത്വം അവന് നൽകി. അപ്പൊ ഇങ്ങനെ ദൈവം വിളിക്കുകയും അയക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ പഴയ നിയമത്തിന്റെ മിഷൻ തിയോളജി, മിഷൻ ദൈവശാസ്ത്രത്തെ കുറിച്ചായിരുന്നു. ഈ വിഷയങ്ങളെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരിക. പുതിയ നിയമ മിഷൻ, മിഷൻ ഇൻ ദി ന്യൂ ടെസ്റ്റമെന്റ്, മിഷൻ തിയോളജി ഇൻ ദി ന്യൂ ടെസ്റ്റമെന്റ്. പുതിയ നിയമത്തിന്റെ മിഷൻ ദൈവശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. പുതിയ നിയമ മിഷനെ കുറിച്ച് പ്രാരംഭമായി നാം കാണുന്നത്, അല്ലെങ്കിൽ ആധികാരികമായി നാം കാണുന്നത് സുവിശേഷങ്ങളിലാണ്. കർത്താവിന്റെ വാക്കുകളിലും പ്രവർത്തികളിലും ഒരു മിഷൻ ദർശനം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പഴയ നിയമത്തിൽ നാം അവിടവിടങ്ങളിലായി അംശമായുള്ള വെളിപ്പാടുകളായകയാൽ അവിടവിടങ്ങളിലായി കാണുന്ന മിഷൻസ് പോലെ അത്രയും ബുദ്ധിമുട്ടില്ല പുതിയ നിയമത്തിലെ മിഷനെ കുറിച്ചുള്ള കണ്ടെത്തലിന് വേണ്ടി നമുക്ക് വളരെ ഈസി ആയിട്ട് അത് കണ്ടെത്തുവാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും ബുക്ക് ഓഫ് ആക്ട്സ്, പ്രവർത്തികളുടെ പുസ്തകമാണ് ആധികാരികമായ മിഷണറി റെക്കോർഡ്. പുതിയ നിയമത്തിലെ മിഷൻസിന്റെ ആധികാരിക രേഖ എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളാണ്. അതിൽ അപ്പോസ്തലന്മാരുടെയും ആദിമ സഭയുടെയും മിഷനറി സംരംഭങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തലന്മാരുടെയും ആദിമ സഭയുടെയും മിഷണറി സംരംഭങ്ങളുടെ ആധികാരികമായ രേഖ എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവർത്തികളാണ്. അപ്പോൾ അന്ന് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം നാം പഠിച്ചാൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു മതവിഭാഗമല്ലായിരുന്നു, ഒരു മതമായിട്ട് പരിഗണിക്കപ്പെട്ടില്ല, മതമായിട്ട് രൂപപ്പെട്ടിട്ടില്ല, മതസംഘടനയോ മതസംവിധാനമോ ആയിരുന്നില്ല. അതുപോലെ തന്നെ അപ്പോസ്തലന്മാരുടെ മിഷണറി സംരംഭങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ, അവർ മിഷണറി പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ്ഡ് ആയിരുന്നില്ല എങ്കിൽ
നമുക്ക് ബുക്ക് ഓഫ് ആക്ട്സും അതുപോലെ ലേഖനങ്ങളും ലഭ്യമാവുകയില്ലായിരുന്നു. അപ്പോൾ പുതിയ നിയമ ഗ്രന്ഥങ്ങളെല്ലാം മിഷണറി പ്രവർത്തനങ്ങളുടെ, കർത്താവിലുള്ള ദൗത്യത്തിന്റെ ഔട്ട്കമായി ഉണ്ടായിട്ടുള്ളത്. മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഗോസ്പൽസ് ആയാലും ആക്ട്സ് ആയാലും അതുപോലെ എപ്പിസ്റ്റൽസ് ആയാലും ഉണ്ടായിട്ടുള്ളത്. പുതിയ നിയമത്തിന്റെ മിഷണറി തിയോളജി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് പുതിയ നിയമത്തിലെ ലേഖനങ്ങൾ, പ്രത്യേകിച്ചും പൗലോസിന്റെ രചനകൾ വളരെ സഹായകമാണ്. എന്താണ് ഈ മിഷണറി ദൈവശാസ്ത്രം? പുതിയ നിയമത്തിലെ മിഷണറി ദൈവശാസ്ത്രം എന്ന് പറയുന്നത് അയക്കപ്പെട്ടവനായ കർത്താവിനാൽ, ദൈവത്താൽ അയക്കപ്പെട്ടവനായ കർത്താവിനാൽ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചവരെ വീണ്ടും അയക്കുന്ന പ്രക്രിയയാണ്. ദൈവം വിളിച്ച് വേർതിരിച്ചവരെ വീണ്ടും അയക്കുകയാണ്. പുതിയ നിയമ കാലഘട്ടത്തിൽ നാം നോക്കിയാൽ അപ്പോസ്തലന്മാർ മാത്രമല്ല, സുവിശേഷകന്മാർ മാത്രമല്ല, everyone was a missionary. Each believer was a missionary. Each member was a missionary. കർത്താവിനാൽ വിളിക്കപ്പെട്ട സഭയുടെ അംഗങ്ങളായി തീരുന്ന എല്ലാവരും ഒരു മിഷണറി ദൗത്യത്തിലായിരുന്നു. ഈ കർത്താവിന്റെ സുവിശേഷം അറിയിക്കുക, ആ ഒരു പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഉത്തരവാദിത്തമായിട്ടല്ല ആദിമസഭ കരുതിയത്. രക്ഷാനിർണയം പ്രാപിച്ച് സഭയുടെ അംഗങ്ങളായി തീരുന്ന ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് കർത്താവിന്റെ വചനം പറയുക, കർത്താവിന്റെ സുവിശേഷം പറയുക എന്നുള്ളത്. അപ്പൊ ആദിമസഭയിലെ ചില നാളുകളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ യഹൂദന്മാരുടെ ഇടയിൽ മാത്രം, പ്രത്യേകിച്ചും ആ 120 പേരുടെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ അവരുടെ പ്രാർത്ഥനാ സംഘത്തിൽ 120 പേര്, പിന്നീട് ആ 3000 പേരെന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്, രക്ഷിക്കപ്പെട്ടു വന്ന ആളുകൾ. അവരിൽ ചിലരൊക്കെ ഒരു പക്ഷെങ്കിൽ അവിടുത്തെ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നിരിക്കാം. അവരെല്ലാം മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ഈ 120 പേര് കൂടി ഇരുന്നപ്പോൾ ഉണ്ടായ ആത്മപകർച്ചയിൽ കൂടി വന്ന ആളുകൾ 10-18 രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്. പല ഭാഷകൾ സംസാരിക്കുന്നവരാണ്. പക്ഷെ അവരെല്ലാവരും ആരായിരുന്നു? യഹൂദരോ യഹൂദ മതാനുസാരികളോ ആയിരുന്നു. ഇപ്പൊ ലിബിയക്കാരെന്ന് പറഞ്ഞാലോ ഖുറൈനക്കാരെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് വന്നവരാണ് എന്നവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കരുത് അവരെല്ലാം വിജാതീയരായിരുന്നു എന്ന് ചിന്തിക്കരുത്. അവരെല്ലാം യെരുശലേമിൽ പെരുന്നാളിന് വന്ന യഹൂദന്മാരാണ്. പക്ഷെ അവരൊക്കെ യെരുശലേമിലെ യഹൂദ മതസംവിധാനത്തിന് വെളിയിൽ ജീവിക്കുന്ന യഹൂദ മതാനുസാരികളാണ്. യഹൂദന്മാരല്ലാത്തവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെയുള്ളവരാണെങ്കിൽ തന്നെ അവര് യഹൂദ മതം സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ്. യെരുശലേമിന് വെളിയിലുള്ള ആളുകൾ എബ്രായ ഭാഷയോ അരാമ്യ ഭാഷയോ സംസാരിക്കുന്നവരല്ല. യെരുശലേമിലെ യഹൂദന്മാരെ പോലെ വളരെയധികം വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നവരല്ല. അതാത് രാജ്യങ്ങളിലെ കൾച്ചർ, സംസ്കാരം ഉൾക്കൊണ്ട് കുറച്ച് ലിബറലായിട്ടൊക്കെ ജീവിക്കുന്ന ഹെലനിസ്റ്റിക് ജ്യൂസാണ്. അപ്പൊ അവരെല്ലാം ഈ പെരുന്നാളിലാ വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും ഇവരൊക്കെ കൂടി വരാറുണ്ട്. അപ്പൊ അങ്ങനെ കൂടി വന്ന ആളുകളാണ് പെന്തക്കോസ്ത് നാം കാണുന്ന ഈ വ്യത്യസ്ത ഭാഷക്കാരായ ആളുകൾ. അവരെല്ലാവരും മടങ്ങിപ്പോകുന്നത് ഒരു പുതിയ അനുഭവത്തോടെയാണ്. നമ്മൾ 1-2 വാചകങ്ങളിൽ മാത്രമേ അവിടെ അവർ ചോദിച്ചു ഞങ്ങൾ എന്തോ ചെയ്യണം ചോദിച്ചു, രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞു, പത്രോസ് പ്രസംഗിച്ചു, അവരെല്ലാം സ്നാനപ്പെട്ടു, അത്രയും കാര്യങ്ങളെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു.
അതുകൊണ്ട് നമ്മുടെ ആ ആ ആ കാഴ്ചപ്പാട്, ഓക്കെ, അവർ 3000 പേര് സ്നാനപ്പെട്ടു, അതിനുശേഷം അവരെല്ലാവരും ആരാധന കഴിച്ചു പോകുന്നു, ഇങ്ങനെ പറയുന്ന വളരെ സംക്ഷിപ്തമായ രേഖയാണ്. പക്ഷെ അവരെ അവിടെ കൂടി വന്ന ശേഷം അപ്പോസ്തലന്മാർ അവരെ ഉപദേശം പഠിപ്പിച്ചു. അതാണ് പത്രോസ് അവിടെ പറഞ്ഞത്. അതിനുശേഷം അവരെ ഉപദേശിച്ചു, അവരെ ഡിസൈപ്പിൾഷിപ്പിലേക്ക് നടത്തി, അവരെന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അവർ അവരുടെ ദേശങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അവർ കർത്താവിനെ സാക്ഷീകരിക്കത്തക്ക രീതിയിലുള്ള ഒരു മിഷണറി മൈൻഡോട് കൂടിയാണ് അവർ മടങ്ങിപ്പോകുന്നത്. അങ്ങനെ പോയിട്ടുള്ള ആളുകൾ പല സ്ഥലങ്ങളിൽ സുവിശേഷം പറഞ്ഞാണ് സഭകളുണ്ടായത്. ഇപ്പൊ റോമിൽ സഭയുണ്ടായത് എങ്ങനെയാണ്? റോമിൽ സഭയുണ്ടായത് പെന്തക്കോസ്ത് നാളിൽ അവിടെ വന്നിട്ടുള്ള യഹൂദന്മാര് റോമിലേക്ക് മടങ്ങിപ്പോയി അവിടെ സുവിശേഷം പറഞ്ഞാണ് സഭയുണ്ടായത്. അതുപോലെ ഏഷ്യ മൈനറിൽ നിന്നും പൗലോസിന്റെ ശിഷ്യന്മാരായിരുന്ന ചില ആളുകൾ അവിടേക്ക് കുടിയേറി പാർത്തു, അവരും അതിന്റെ മുഖാന്തരമായി തീർന്നു. റോമിലെ സഭയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് അവിടെ ചെല്ലുന്നത് വരെ ഒരു അപ്പോസ്തലികമായ ആധികാരികത അവർക്ക് ഉണ്ടായിരുന്നില്ല. അവര് സഹോദരന്മാരും സഹോദരിമാരും അവിടെ ചെന്ന് സുവിശേഷം പറഞ്ഞ് സഭകൾ സ്ഥാപിക്കപ്പെടുകയാണ്. റോമാലേഖനം 16-ാം അധ്യായം വായിച്ചു നോക്കുക. അവിടെ പല വീടുകളിലുമാണ് സഭകൾ കൂടി വന്നത്. പല വീടുകളിലും ആരാധനയുണ്ടായിരുന്നു. നിന്റെ വീട്ടിലെ സഭയ്ക്ക് വന്ദനം ചൊല്ലുന്നു, വീട്ടിലെ സഭയ്ക്ക് വന്ദനം ചൊല്ലുന്നു, അങ്ങനെയാണ് പൗലോസ് പറയുന്നത്. പൗലോസിന് ഈ വിവരങ്ങളെല്ലാം അവിടുന്ന് കടന്നു വന്ന ശിഷ്യന്മാരിൽ നിന്ന് ലഭിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോസ്തലന്മാരല്ല 1-ാം നൂറ്റാണ്ടിൽ എല്ലായിടങ്ങളിലേക്കും സുവിശേഷവുമായി പോയത്. പിന്നീട് സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ പീഡ നമുക്കറിയാം. അവരെങ്ങും പോകാതിരുന്നപ്പോൾ ഒരു ചെറിയ പീഡനം അവർക്ക് വരികയും അവരെല്ലാവരും യെരുശലേമിൽ നിന്ന് ചിതറിപ്പോയി എന്നാ പറയും. യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ പലായനം ചെയ്യുന്നത് പോലെ ഇവരെല്ലാവരും വിവിധ സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി. പക്ഷെ പോയവർ അതാത് സ്ഥലങ്ങളിൽ ദൈവവചനം പ്രസംഗിച്ചു. ആ ദൈവവചനം പ്രസംഗിച്ച ഇടങ്ങളിലൊക്കെ ആളുകൾ വിശ്വസിച്ച് കർത്താവിലേക്ക് വന്നു. അങ്ങനെ അന്ത്യോക്യയിലും അങ്ങനെയാണ് സഭ ഉണ്ടാകുന്നത്. അപ്പൊ അന്ത്യോക്യയിൽ ഇങ്ങനെ ജാതികൾ എല്ലാം കൂടെ കൂടി, വിജാതീയരായിട്ടുള്ള ആളുകളെല്ലാം കൂടെ കൂടി ഇങ്ങനെ സഭയുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അവരെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ബർന്നബാസിനെ അങ്ങോട്ട് അയക്കുന്നത്. ബർന്നബാസ് അവിടെ ചെന്ന് അവരുടെ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. അതായിരുന്നു അദ്ദേഹത്തിന്റെ റിപ്പോർട്ട്. അതിനുശേഷം ബർന്നബാസ് പൗലോസിനെ വിളിച്ചുകൊണ്ട് അവിടെ വന്നു. അവര് 2 വർഷം അന്ത്യോക്യയിലെ സഭയെ പഠിപ്പിച്ചു, സഭാപരിപാലനം ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് യെരുശലേമിലേക്കൊക്കെ താൻ വരികയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും ആ സഭയിൽ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ സഭയിൽ ഉപവാസ യോഗം നടക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് പ്രത്യേകമായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓർഡൈൻ ചെയ്ത് നിയോഗിച്ച് വേർതിരിച്ച് അയക്കുവാൻ പൗലോസിനെയും ബർന്നബാസിനെയും അയക്കണം എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ശബ്ദമുണ്ടാകും. അപ്പൊ ഈ ഓർഡിനേഷനോ അല്ലെങ്കിൽ ഈ സഭ ഇങ്ങനെ ഒരു മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടുന്നതിന് എത്രയോ മുമ്പ്, എത്രയോ വർഷങ്ങൾ, 5, 8, 9 വർഷങ്ങൾ പൗലോസും ബർന്നബാസും അവിടെ കർത്താവിന്റെ വേല ചെയ്യുകയായിരുന്നു. അപ്പൊ അവരൊരു സ്ഥാനത്തിനോ ഒരു പ്രത്യേക പദവിക്കോ വേണ്ടി കാത്തു നിൽക്കാതെ കിട്ടിയ അവസരങ്ങളെല്ലാം കർത്താവിന്റെ വചനം പങ്കുവെക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മിഷണറി ദാഹം, അതാണ് നമ്മൾ ആദിമസഭയിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ അപ്പോസ്തലന്മാരായിരുന്നില്ല. ഇപ്പം നമുക്കറിയാം, ഒരു സാധാരണ ഒരു ശുശ്രൂഷകൻ, ഒരു ഡീക്കനായിരുന്ന ഫിലിപ്പോസാണ് ശമരിയയിൽ ചെന്ന് വലിയ ഉണർവ് യോഗങ്ങൾ നടത്തുകയാണ്. അപ്പോസ്തലന്മാരൊക്കെ യെരുശലേമിൽ ഇരിക്കുകയും, പക്ഷെ ഒരു സാധാരണ മനുഷ്യൻ, അതും മേശമേൽ ശുശ്രൂഷിക്കുവാനൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ള ഒരാള് ചിതറിപ്പോയവരുടെ കൂട്ടത്തിൽ ശമരിയിൽ ചെന്നു. ശമരിയിൽ സാധാരണ യഹൂദന്മാർ പോകാറില്ല. ശമരിയിൽ അങ്ങനെ പ്രവേശിച്ച് അവരെ ഒന്നും കൂട്ടായ്മ ആചരിക്കുന്ന രീതിയൊന്നും യഹൂദനില്ല. പക്ഷെങ്കിൽ ഫിലിപ്പോസ് അവിടെ ചെന്ന് അവരോട് ദൈവവചനം പ്രസംഗിച്ചു. അവിടെ വലിയ ആത്മീയ ഉണർവുണ്ടായി. അങ്ങനെ ഉണ്ടായപ്പോഴാണ് പത്രോസിനെ അവിടേക്ക് വരുത്തി അവരെ സ്നാനപ്പെടുത്തുകയും അവരുടെ മേൽ കൈവച്ച് അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയൊക്കെ ചെയ്യുന്ന
ആ ഒരു കാഴ്ച നമ്മൾ കാണും. അന്ത്യോക്യയിലും നമുക്കറിയാം, അന്ത്യോക്യയിൽ ധാരാളം ആളുകൾ കർത്താവിനെ പിൻപറ്റി. അങ്ങനെ പിൻപറ്റിയ ആളുകളെ വിളിച്ച പേരാണ്, ധാരാളം ശിഷ്യന്മാർ അവിടെ ഉണ്ടായി. അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേര് ലഭിച്ചു. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ക്രിസ്ത്യാനികൾ എന്ന പേര് അവിടെ വെച്ചാണ് ലഭിക്കുന്നത്, യെരുശലേമിൽ വെച്ചല്ല. അതും വിജാതീയ ലോകത്തിൽ വെച്ചാണ് ഇത് ലഭിക്കുന്നത്. അപ്പോൾ ഇത് പുതിയ നിയമത്തിന്റെ ആ ഒരു പാറ്റേൺ നമ്മൾ പഠിച്ചാൽ വളരെ ദ്രുതഗതിയിൽ മിഷൻ വളരുന്നതും വ്യാപിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. പുതിയ നിയമത്തിന്റെ മിഷണറി സംരംഭത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് നിലപാടുകൾ ഉണ്ട്. നമുക്ക് പുതിയ നിയമ മിഷന്റെ എല്ലാ സുവിശേഷങ്ങളിലുമുള്ള മിഷണറി ദർശനങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് ചിന്തിക്കുവാനുള്ള അവസരം നമുക്ക് ഈ പഠനത്തിലില്ല. എന്നാൽ പുതിയ നിയമത്തിൽ നാം കാണുന്ന മിഷണറി ദർശനത്തിന്റെ പ്രാരംഭമായിട്ട് നമുക്ക് പുതിയ നിയമ മിഷനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് മാർക്കിന്റെ സുവിശേഷം, ഗോസ്പൽ ഓഫ് മാർക്ക്, മർക്കോസിന്റെ സുവിശേഷം നമുക്ക് ഒരു വീക്ഷണത്തിന് വേണ്ടി നമുക്ക് എടുക്കാം. മർക്കോസിന്റെ സുവിശേഷം. ഓരോ സുവിശേഷവും സൂക്ഷ്മമായി പഠിച്ചാൽ മിഷനെ സംബന്ധിച്ച് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യോഹന്നാൻ എഴുതുന്ന മിഷണറി വീക്ഷണമല്ല മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്ന മിഷണറി വീക്ഷണം. ലൂക്കോസിന് വ്യത്യസ്തമായ വീക്ഷണം, മർക്കോസിനും വ്യത്യസ്തമായ വീക്ഷണമുണ്ട്. അവിടെ സുവിശേഷങ്ങളിൽ കാണുന്ന, ചിത്രീകരിക്കപ്പെടുന്ന കർത്താവിന്റെ പ്രവർത്തനങ്ങൾ പോലും വ്യത്യസ്ത നിലകളിലാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ പുതിയ നിയമത്തിൽ മർക്കോസിന്റെ സുവിശേഷമാണ് ഒരു സാമ്പിളായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയും. മർക്കോസിന്റെ സുവിശേഷത്തിൽ സുവിശേഷം പ്രഖ്യാപിക്കപ്പെടുക എന്നുള്ള ഒരു വിശദമായ ആശയം നമുക്ക് കാണുവാൻ കഴിയും. മർക്കോസ് 1:14, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ നാം കാണുന്നത് യോഹന്നാൻ തടവിലായതിനു ശേഷമാണ് കർത്താവ് തന്റെ പ്രഭാഷണ ശുശ്രൂഷ ശക്തമാക്കുന്നത്. മറ്റു സുവിശേഷങ്ങളിൽ അതിനു മുമ്പ് തന്നെ കർത്താവ് പ്രസംഗിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രണ്ടും സന്ദേശം ഒന്ന് തന്നെയായിരുന്നു, മാനസാന്തരപ്പെടുക എന്നുള്ള സന്ദേശം ആയിരുന്നു. സുവിശേഷങ്ങളിൽ 4 സുവിശേഷങ്ങളിലും കർത്താവ് മാനസാന്തരത്തിന്റെ സന്ദേശമാണ് നൽകിയത്. യോഹന്നാൻ സ്നാപകനും മാനസാന്തരത്തിന്റെ സന്ദേശമാണ് നൽകിയത്. അപ്പൊ യേശുക്രിസ്തുവിലൂടെ ജീവിതത്തിന് രൂപാന്തരം സംഭവിക്കുക, വ്യത്യാസം സംഭവിക്കുക എന്നുള്ള ആശയമാണ് പുതിയ നിയമ ദൈവശാസ്ത്രത്തിന്റെ കേന്ദ്ര ബിന്ദു. മനുഷ്യനിൽ വ്യത്യാസം ഉണ്ടാകണം. ഇപ്പൊ കർത്താവ് ചില ആളുകളോട് ഇടപെടുമ്പോൾ അവര് മാനസാന്തരത്തിലേക്ക് വരുന്നു. വിശ്വാസത്തിലേക്കല്ല, മാനസാന്തരത്തിലേക്കാണ് വരുന്നത്. വിശ്വസിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ഒരു പാസീവായിട്ടുള്ള ഒരു ഘടകമായിട്ട് തീരാറുണ്ട്. വിശ്വസിക്കുന്നു. പക്ഷെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന
കാര്യത്തിൽ ആ വിശ്വാസം ആശ്രയത്തിലേക്കും അനുസരണത്തിലേക്കും സമർപ്പണത്തിലേക്കും വരുന്നില്ലെങ്കിൽ ആ വിശ്വാസം വെറും അറിവ് മാത്രമായി നിലനിൽക്കും. അതുകൊണ്ടാണ് പല ആളുകളും വിശ്വാസികളാണ്, പക്ഷേ അവരുടെ ജീവിതത്തിന് ഇതില്ല, രൂപാന്തരമില്ല. മാനസാന്തരത്തിലേക്ക് വരുവാൻ മനസ്സില്ല. എന്നാൽ വിശ്വാസമുണ്ട്. എങ്ങനെയുള്ള വിശ്വാസമാണ്? കേവലമായ വിശ്വാസം. യേശു ദൈവോത്തരനാണെന്നുള്ള വിശ്വാസം. യേശു ദൈവോത്തരനായതുകൊണ്ട് ഞാൻ മാനസാന്തരപ്പെടണം. ആ ഒരു സമർപ്പണത്തിലേക്ക്, അറിവിലേക്ക് കടന്നു വരുന്ന അനുഭവമാണ് പുതിയ നിയമ ശാസ്ത്രത്തിൽ, മിഷൻ ദൈവശാസ്ത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സഖായി അങ്ങനെയായിരുന്നു, ലേവി അങ്ങനെയായിരുന്നു. അന്യായമായി സമ്പാദിച്ചതൊക്കെ തിരിച്ചു കൊടുക്കുവാനും പരിഹാരം വരുത്തുവാനും ഒക്കെയുള്ള ശ്രമം അവിടെ നടക്കുന്നുണ്ട്. കർത്താവ് ധൂർത്തപുത്രന്റെ ഉപമ പറയുമ്പോൾ അവൻ തിരികെ ഭവനത്തിലേക്ക് വരികയാണ്. അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു എന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവന്റെ അയോഗ്യതയെ അവൻ പ്രഖ്യാപിക്കുന്നു. അവിടെ അവനെ പുത്രത്വം നൽകി, അല്ലെങ്കിൽ പുത്രത്വത്തിന്റെ അംഗീകാരം നൽകി അവനെ സ്വീകരിക്കുന്ന പിതാവിനെയാണ്, സ്നേഹനിധിയായ പിതാവിനെയാണ് നാം കാണുന്നത്. അപ്പൊ യഹൂദന്മാർക്കുണ്ടായിരുന്ന ഒരു ചിന്താഗതി, കർത്താവിന്റെ മിഷണറി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ, പ്രത്യേകിച്ചും മർക്കോസിന്റെ സുവിശേഷത്തിലെ വിവരണം അനുസരിച്ച് വ്യത്യാസപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. ഇവരുടെ ഈ യഹൂദന്മാരുടെ ചിന്താഗതി അനുസരിച്ചുള്ള അവരുടെ മിഷണറി ദർശനത്തെ പറയുന്ന പേര് സെൻട്രിപെറ്റൽ. സെൻട്രിപെറ്റൽ CENTRIPETAL. സെൻട്രിപെറ്റൽ. സെൻട്രിപെറ്റൽ. എന്താണ് സെൻട്രിപെറ്റൽ? പഴയ നിയമ യഹൂദന്മാർ വിജാതീയരുടെ അടുക്കലേക്ക് കർത്താവിന്റെ വചനവുമായി പോകുവാൻ താല്പര്യപ്പെട്ടുള്ളവരായിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. യഹൂദന്മാരല്ലാത്ത ജനസമൂഹങ്ങളിലേക്ക് കർത്താവിന്റെ വചനവുമായി, ദൈവത്തിന്റെ പ്രകാശവുമായി, വെളിച്ചവുമായി, സാക്ഷ്യവുമായി പോകുവാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷെ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് എങ്ങനെയാണ്? നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കും. ഇസ്രായേലിന് പിതാവാക്കും എന്നല്ല, നിന്നിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇസ്രായേൽ വംശം എന്നുള്ള അർത്ഥമല്ല. അതിനു മുമ്പുള്ള ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 10-ാം അധ്യായത്തിലും ഒക്കെ കാണുന്ന, 11-ാം അധ്യായത്തിലൊക്കെ കാണുന്ന ഒരുപാട് ജനതകളെ കുറിച്ച് ഞാൻ പറഞ്ഞതായി. ജനസമൂഹങ്ങൾ വ്യത്യസ്തങ്ങളായ ഗോത്രങ്ങളായും സമൂഹങ്ങളായും ഭാഷാ സമൂഹങ്ങളായും ഒക്കെ വളരെ വളർന്നു കഴിഞ്ഞിരുന്നു. പക്ഷെ ആ സമൂഹങ്ങളിലോട്ടൊക്കെ പോകുവാൻ ഇസ്രായേൽ മക്കൾ പിൽക്കാലങ്ങളിൽ വളരെയധികം മടി കാണിച്ചു. യോനായുടെ ചരിത്രം നമ്മൾ പഠിച്ചതാണ്. നിനവയിലേക്ക് പോയി പ്രസംഗിക്കുവാൻ അവന് താല്പര്യമില്ല. അപ്പൊ ഈ ജാതികളുടെ ഇടയിലോട്ട് പോയി പ്രസംഗിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. വടക്കൻ പ്രദേശങ്ങളിൽ, വടക്കൻ രാജ്യത്തിൽ പ്രവചിച്ചിരുന്ന പ്രവാചകന്മാരൊക്കെ വിജാതീയ രാജ്യങ്ങളോട് പ്രവചിച്ചു. പ്രവാചകന്മാര് അല്ലാതെ ആരും ഒരു മിഷണറി ദൗത്യവുമായി വിജാതീയരുടെ അടുക്കിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ അവരുടെ ചിന്ത എന്തായിരുന്നു? അവരുടെ ചിന്ത സകല ജാതികളും യഹോവയെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരട്ടെ, യെരൂശലേമിലേക്ക് വരട്ടെ, ഞങ്ങൾ അങ്ങോട്ട് പോകത്തില്ല, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വരും. ഇതിനെയാണ് സെൻട്രിപെറ്റൽ മിഷൻസ് എന്ന് പറയുന്നത്. മിഷണറി മിഷൻ, സെൻട്രിപെറ്റൽ മിഷൻ. അപ്പൊ ഈ ഒരു സെൻട്രിപെറ്റൽ മിഷൻ
ചിന്താഗതിയിലാണ് എല്ലാ യഹൂദന്മാരും അവരൊരിക്കലും അങ്ങോട്ട് സുവിശേഷവുമായി വിജാതികളുടെ അടുക്കിലേക്ക് പോകത്തില്ല. അവര് ജാതികൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോ. അങ്ങനെ ഒരുപാട് ജാതികൾ വന്നിട്ടുണ്ട്. അവർക്ക് സ്നാനമൊക്കെ കൊടുക്കുമായിരുന്നു. പുതിയ നിയമ കാലഘട്ടത്തിന്റെ അടുത്തുള്ള പ്രവാസത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലൊക്കെ അവർക്ക് സ്നാനമൊക്കെ കൊടുക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ വരുന്ന ആളുകൾ എവിടെയാണ് നിൽക്കുന്നത്? ജാതികളുടെ പ്രാകാരത്തിലാണ് നിൽക്കുന്നത്. യെരുശലേം ദേവാലയത്തിൽ ജാതികളുടെ പ്രാകാരത്തിനും വെളിയിൽ ഒരു അരമതിലുണ്ട്. ആ അരമതിലിൽ എഴുതി വച്ചിരിക്കും, ഇതിനപ്പുറത്തേക്ക് വിജാതിയർ പ്രവേശിക്കരുത്. ചില സ്ഥലങ്ങളിലൊക്കെ, ചില ആരാധനാ കേന്ദ്രങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ എഴുതി വച്ചിരിക്കും. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. പള്ളികളിലല്ല, ചില ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെ എഴുതി വെക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല അങ്ങനെയൊക്കെ പറയുന്ന, അതിന്റെ ഒരു കഠിനമായ രൂപമായിരുന്നു ഇതുവഴി ചില ജാതികൾ നടന്നു പോകാൻ പാടില്ല, ഈ വഴിയിലൂടെ നടക്കുവാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുന്ന കാര്യം. ഉത്തരേന്ത്യയിലൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ അറിയാം, പലയിടങ്ങളിലും ഇങ്ങനെയുള്ള വിലക്കുകളും, ഒരു ജാതിക്കാർക്ക് മറ്റൊരു ജാതിക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രവേശിക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ പറയുന്നില്ല. യഹൂദന്റെ ചിന്താഗതി അനുസരിച്ച് വിജാതിയർ ഇങ്ങോട്ട് വരണം, ഇങ്ങോട്ട് വന്ന് സ്നാനമൊക്കെ ഏറ്റ് യഹോവയായ ദൈവത്തെ വിശ്വസിച്ച് വരികയാണെങ്കിൽ അവർക്ക് മറ്റു യഹൂദന്മാർക്കുള്ളതുപോലെ യെരുശലേം ദേവാലയത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. അവർ നിൽക്കേണ്ടത് എവിടെയാണ്? ജാതികളുടെ പ്രാകാരം. ജാതികളുടെ പ്രാകാരവും യഥാർത്ഥ പ്രാകാരവും തമ്മിൽ അരമതിലുണ്ട്. അതിനപ്പുറത്താണ് വിശുദ്ധ സ്ഥലം, പിന്നീട് അതിപരിശുദ്ധ സ്ഥലം. ഇങ്ങനെ ആണ് ദേവാലയത്തിന്റെ കടൽ. അപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതിനപ്പുറത്തേക്ക് ജാതികൾക്ക് പ്രവേശനമില്ല. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവൻ കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ച് ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർത്തു. അപ്പൊ വേർപാടിന്റെ നടുച്ചുവർ എന്ന് പൗലോസ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അത് യഹൂദന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ചിന്താഗതി ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ ഇടയിലാണ് ക്രിസ്തു ഒരു പുതിയ മിഷണറി ദൗത്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന് പറയുന്ന പേരാണ് സെൻട്രിഫുഗൽ. സെൻട്രി, CENTRIFUGAL, CENTRIFUGAL, സെൻട്രിഫ്യൂഗൽ. സെൻട്രിഫ്യൂഗൽ എന്ന് പറഞ്ഞാൽ അവരുടെ അടുക്കലേക്ക് സുവിശേഷവുമായി പോവുക, അവരുടെ അടുക്കലേക്ക് സുവിശേഷവുമായി ഇറങ്ങിച്ചെല്ലും. അപ്പൊ ക്രിസ്തു അങ്ങനെയാണ് ശിഷ്യന്മാരെ പരിചയപ്പെടുത്തിയതും ശിഷ്യന്മാരെ പരിശീലിപ്പിച്ചു. അപ്പൊ കർത്താവിന്റെ പ്രവർത്തന ഘട്ടത്തിൽ പലപ്പോഴും അവരുടെ മനഃശാസ്ത്രം അനുസരിച്ച് പല പദങ്ങളും പല വാക്കുകളും കർത്താവ് പ്രയോഗിച്ചിട്ടുണ്ട്. പ്രാരംഭഘട്ടത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇസ്രായേലിലെ നഷ്ടപ്പെട്ടു പോയ ഗോത്രങ്ങളുടെ കുഞ്ഞാളുടെ അടുക്കിലേക്ക് അല്ലാതെ ജാതികളുടെ ഗ്രാമങ്ങളിൽ നിങ്ങൾ പ്രവേശിക്കരുതെന്ന് പറഞ്ഞു. അത് അവർക്കും താല്പര്യമാണ്, ഇല്ലെങ്കിൽ അവർ പോകത്തില്ല. ആദ്യത്തെ മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ജാതികളുടെ ഗ്രാമങ്ങളിൽ പോകണ്ട, ഇസ്രായേലിൽ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ അടുക്കിലേക്ക് നിങ്ങൾ ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെ സ്വീകരിക്കുന്നില്ലെങ്കിൽ എല്ലപ്പൊടി ഇട്ടേച്ച് പോരുക എന്നൊക്കെ പറയുന്ന ആ ഒരു ആളുകളെ അയക്കുന്ന ശിഷ്യഗണങ്ങളെ അയക്കുന്ന ഭാഗത്ത് കർത്താവ് അങ്ങനെയാണ് പറയുന്നത്. പുറജാതി സ്ത്രീ വന്ന് കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എന്നെ നിങ്ങളുടെ അടുക്കിലേക്കല്ല അയച്ചേക്കുന്നത്, എന്നെ ഇസ്രായേലിനെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് അയച്ചേക്കുന്നത്. ശിഷ്യന്മാർക്ക് ഇത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം. കാരണം വിജാതീയരായ ഒരു സ്ത്രീയെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ കർത്താവ് പറഞ്ഞു, ശുദ്ധമായത് മക്കൾക്കുള്ളതെന്ന് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് ശുദ്ധമല്ല.
ശിഷ്യന്മാരിങ്ങനെ തലയാട്ടി കാണും. അതെ അതെ എന്ന് പറഞ്ഞു കാണും. നീ പൊക്കോ 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 എന്ന് പറഞ്ഞു. പക്ഷെ അവൾ ഉടനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങളാണ് ജീവിക്കുന്നില്ല. അവളുടെ വിശ്വാസം വളരെ വലുതായി. അവരുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കുവാൻ വേണ്ടിയാണ് കർത്താവ്. ശിഷ്യന്മാരെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയും കൂടിയാണ്. അപ്പൊ ആദ്യം ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് ചെയ്തതിനു ശേഷം കർത്താവ് ആ ഒരു ചിന്താഗതിയെ കംപ്ലീറ്റ് ആയിട്ട് തകിടം മറിക്കുന്ന ഒരു ശൈലി നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അവളെ കർത്താവ് അവളുടെ വിശ്വാസത്തെ പ്രശംസിക്കുകയും അവൾക്ക് അവളുടെ സൗഖ്യം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ഒരു സംഭവം അവിടെ നടക്കുന്നു. അപ്പൊ കർത്താവിന്റെ മിഷണറി പ്രവർത്തനങ്ങൾ നിലവിലുണ്ടായിരുന്ന നിലപാടുകൾക്ക് വ്യത്യസ്തമായിരുന്നു. കാരണം ശമരിയയിൽ കൂടെ കർത്താവ് കടന്നു പോയത് അതുകൊണ്ട്. അപ്പൊ കർത്താവിന് യെരുശലേമിൽ പെരുന്നാളിന് പോകേണ്ടി വന്നപ്പോ കർത്താവ് പറഞ്ഞു, അപ്പൊ യെരുശലേമിലേക്ക് പെരുന്നാളിന് പോകുക എന്ന് പറയുന്നത് ഗലീലയിൽ നിന്നുള്ള ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഗലീല ശമരിയ കഴിഞ്ഞിട്ട് വേണം യഹൂദിയിലേക്ക് വരും, യെരുശലേമിലേക്ക് വരും. അപ്പൊ സാധാരണയായിട്ട് ഇവര് യോർദാൻ നദി 2 പ്രാവശ്യം കടന്ന് പെരിയ പ്രദേശത്തൂടെ സഞ്ചരിച്ച് വീണ്ടും യോർദാൻ നദി കടന്നൊക്കെ വേണം യെരുശലേമിലേക്ക് ഗലീലയിലുള്ള ആളുകൾക്ക് വരും. അതുകൊണ്ട് സാധാരണ ആ കാലത്ത് ചില യഹൂദന്മാർ ശമരിയ പട്ടണത്തിലൂടെ വളരെ വേഗം നടന്നു പോകാറുണ്ട്, അപൂർവമായിട്ട്. പക്ഷെ ഇത് ദീർഘമായിട്ടുള്ള ഒരു യാത്ര, കാൽനട യാത്ര ആയതുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ശമരിയയിലെ പട്ടണങ്ങളിൽ ചെന്നിട്ട് നമ്മൾ പെരുന്നാളിന് പോകുമ്പോൾ താമസിക്കാനുള്ള സൗകര്യം ഏതെങ്കിലും വീട്ടിൽ ലഭ്യമാകുമോ എന്ന് അന്വേഷിക്കും. നമ്മൾ ഈ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യുന്നത് പോലെ ഉള്ള ഒരു സംവിധാനം. അപ്പൊ അവിടെ ചെന്ന് അവര് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ വീടുകളിലൊക്കെ അവര് പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് പറ്റത്തില്ല, ഈ പ്രത്യേകിച്ച് യഹൂദന്മാരല്ലേ, റബിമാരല്ലേ, ഞങ്ങൾക്കാകെ പ്രശ്നമാണ്, നിങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നതല്ലോ. അപ്പൊ അവരെ കയറ്റത്തില്ല, അല്ലെങ്കിലും കയറ്റത്തില്ല അവര്. അപ്പൊ ശിഷ്യന്മാര് തിരിച്ചു ചെന്നിട്ട് പറഞ്ഞു അവരാരും സമ്മതിക്കുന്നില്ല. അപ്പൊ അതിനുശേഷം കർത്താവ് ശമരിയയിൽ കൂടെ തന്നെ ആണ് പിന്നീട് പോകുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ഇവരിങ്ങനെ താമസ സൗകര്യം ആവശ്യപ്പെട്ടിട്ടും കൊടുക്കാതിരുന്നത് കൊണ്ട് ശിഷ്യന്മാരൊരു കാര്യം പറഞ്ഞു, കർത്താവ്, ഏലിയാവ് ആകാശത്തും തീയിറക്കി അവിശ്വാസികളായിട്ടുള്ള ആളുകളെ നശിപ്പിച്ചു കളഞ്ഞതുപോലെ ഇവരെ കൂടെ അങ്ങ് നശിപ്പിച്ചു കളാം. കാരണം നമ്മളെ അംഗീകരിക്കാത്ത. കർത്താവ് ചോദിച്ചു, നിങ്ങൾ ഏതാത്മാവിലാണിത് പറയുന്നത്? മനുഷ്യപുത്രൻ വന്നത് അവരുടെ പ്രാണങ്ങളെ നശിപ്പിക്കുവാനല്ല, അവയെ രക്ഷിക്കുവാൻ വേണ്ടി. സോ ആ പെർസ്പെക്റ്റീവ് അത് വളരെ വ്യത്യസ്തമായി നമുക്ക് കർത്താവിൽ കാണുവാൻ കഴിയും. അപ്പൊ കർത്താവ് അങ്ങനെയുള്ള ചില പാഠങ്ങളിലൂടെയാണ് അവരുടെ ചിന്താഗതികളെ, മിഷണറി മൈൻഡിനെ വ്യത്യാസപ്പെടുത്തിയെടുക്കുന്നത് നമുക്ക് കാണുവാൻ. അപ്പോൾ ഇവിടെ ഈ അവരിങ്ങോട്ട് വരട്ടെ, ജനം ഇങ്ങോട്ട് വന്ന് സുവിശേഷം കേൾക്കട്ടെ, അല്ലെങ്കിൽ മാനസാന്തരപ്പെടട്ടെ, യഹോവയെ അന്വേഷിക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതിയിൽ നിന്നും ജനതകളിലേക്ക് ഇറങ്ങിച്ചെന്ന് സുവിശേഷം അറിയിക്കുക, അല്ലെങ്കിൽ അവരെ വിശ്വാസത്തിലേക്ക് നേടിയെടുക്കുക എന്ന് കർത്താവ് പറയുന്ന വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിപ്ലവകരമായ ഒരു മിഷണറി മെത്തേഡാണ് കർത്താവ് ശിഷ്യന്മാരുടെ മുമ്പാകെ വയ്ക്കുന്നത്. നിങ്ങൾ ജാതികളിലേക്ക് ഇറങ്ങി ചെല്ലണം, അവരിങ്ങോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കാതെ നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം. കർത്താവ് അന്ത്യ കൽപ്പന കൊടുക്കുമ്പോൾ പറഞ്ഞത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും, അല്ലെ, അതിൽ യാതൊരു പ്രശ്നവുമില്ല. യെരുശലേമിൽ സുവിശേഷം പറയുന്നതിന് യഹൂദന്മാർക്കൊരു പ്രശ്നവുമില്ല. യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ കർത്താവ് അവിടെ കൊണ്ട് നിർത്തിയില്ല. ശമര്യയിലും നിങ്ങൾ അകറ്റി നിർത്തുന്ന, നിങ്ങൾ അയിത്തം കൽപ്പിക്കുന്ന, നിങ്ങൾ കടന്നു പോകാത്ത ഗ്രാമങ്ങളിലേക്ക് നിങ്ങൾ ശമര്യയിലും പോകണം. ശമര്യയിൽ അത് പിന്നെ അർത്ഥ യഹൂദന്മാരാണെന്ന് പറയും.
കാണാതെ പോയ ആടുകളാണെന്ന് പറയും, വഴിതെറ്റിപ്പോയ കുഞ്ഞാടുകളാണെന്ന് പറയും. പക്ഷേ അപ്പുറത്ത് കിടക്കുന്ന ആളുകളോ ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോ. ഒരു ജനസമൂഹത്തെയും ബാക്കി വയ്ക്കാതെ എല്ലാ സമൂഹങ്ങളിലേക്കും നിങ്ങൾ ഇറങ്ങിച്ചെല്ലും. ആ ഒരു സെൻട്രിഫിക്കൽ മെത്തേഡാണ് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. അപ്പൊ മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം കാണുന്നത് യേശുവിന്റെ മിഷൻസിന് പ്രാരംഭത്തിൽ ഒരു യൂണിവേഴ്സൽ മിഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല. മത്തായി 10:5, മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. ഇതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു കാര്യം. അപ്പൊ യേശുവിന്റെ ആദ്യത്തെ മിഷണറി സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സാർവത്രികമായ മിഷണറി പ്രോഗ്രാം അല്ല. അത് ആ മിനിസ്ട്രി യഹൂദന്മാരിൽ പരിമിതപ്പെട്ട് നിൽക്കുന്നതായി നമുക്ക് കാണാം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഇവരെ അയക്കുന്ന ഈ സമയത്ത് ഒരു ക്രോസ് കൾച്ചറൽ മിഷണറി എൻഡവറിന് വേണ്ടി അവർ പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഒന്നാമത് അവരുടെ ചിന്താഗതി മാറിയിട്ടില്ല, രണ്ടാമത് അവർക്ക് അതിനുള്ള ട്രെയിനിങ് ആയിട്ടില്ല, അവർ അതിനുള്ള പ്രിപ്പറേഷനിലും അല്ലായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് അവരുടെ അപ്പോസ്തല പ്രവൃത്തികൾ 10:14 എന്ന് വായിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 10:14. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. അപ്പം ഈ യഹൂദ മനസ്സ് അങ്ങനെയായിരുന്നു. കർത്താവ് പറഞ്ഞാൽ പോലും എന്ത് ചെയ്തില്ല, അവരുടെ ഈ വിവേചന സ്വഭാവം മാറ്റത്തിൽ. 11:3 പരിച്ഛേദനക്കാർ അവരോട് വാദിച്ചു, നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന് അപ്പോസ്തലന്മാരും യഹൂദയിലുള്ള സഹോദരന്മാരും കേട്ടു. പത്രോസ് യെരൂശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു, നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് മാപ്പാപ്പൊക്കെ കാര്യം ശരിയാ, പക്ഷേ ഇപ്പോ ഒരു വീട്ടിൽ പോയി പ്രാർത്ഥനയ്ക്ക് പോയിച്ച് തിരിച്ചു വന്നപ്പോൾ യെരൂശലേമിലുള്ളവരെല്ലാം കൂടെ അങ്ങ് വളർന്നു അല്ലെ. ഒന്നോ രണ്ടോ വാക്കുകളിൽ അവിടെ പറഞ്ഞേക്കുന്നേ, അവിടെ വലിയൊരു സംഭവം നടക്കുകയെ പത്രോസിനെ തടഞ്ഞു നിർത്തി. നീ യഹൂദന്മാരല്ലാത്ത അഗ്രചർമ്മികളായ ആളുകളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. അത് വലിയ വിഷയമായി അവിടെ. ഇതുപോലെ മറ്റൊരു സമയത്ത് പത്രോസ്, ഞാൻ നേരത്തെ നിങ്ങളോട് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. മറ്റൊരു സമയത്ത് പത്രോസ് അന്ത്യോക്യയിൽ ചെന്ന് എല്ലാവരോടും കൂട്ടായ്മയൊക്കെ ആചരിച്ചു. പക്ഷെങ്കിൽ യെരൂശലേമിൽ നിന്ന് യഹൂദമതാനുസാരികളായ ചില ആളുകൾ വന്നപ്പോൾ അവരെ കണ്ടപ്പോഴത്തേക്കും പത്രോസ് പറഞ്ഞു, ഞാൻ ഇന്ന് ഉപവാസമാണ്. മനസ്സിലായോ? എനിക്ക് ഒന്നും വേണ്ട. അവരോട് ഭക്ഷിക്കുവാൻ താല്പര്യപ്പെട്ടു. ആ വിഷയത്തിലാണ് പൗലോസ് പത്രോസിനെ ശാസിക്കുന്നത്. താങ്കൾ കാണിക്കുന്നത് ശരിയായ കാര്യമല്ല എന്ന് പത്രോസിനെ തർജ്ജനം ചെയ്തു.
ഒരു ആത്മീക അധികാരത്തോടു കൂടി തന്നെ തർജ്ജനം ചെയ്തു എന്ന്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഒരു 10-12 വർഷം ഈ യഹൂദ മനസ്സ് വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെയായിരുന്നു ശിഷ്യന്മാരിൽ ഉണ്ടായിരുന്നത്, അപ്പോസ്തലന്മാരിൽ ഉണ്ടായി. അപ്പൊ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പദ്ധതി വിജാതിയരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് സുവിശേഷം പറയുവാൻ കർത്താവ് നിയോഗിച്ചാക്കിയത് ആരെയാണ്? പൗലോസിനെ. പത്രോസ് പരിച്ഛേദനക്കാരുടെ ശുശ്രൂഷകനും പൗലോസ് അഗ്രചർമ്മികളുടെ ജാതികളുടെ അപ്പോസ്തലനുമായി ദൈവം തിരഞ്ഞെടുത്തു. അപ്പൊ ഒരു ആളിനെ കൊണ്ട് നടക്കത്തില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ ഉപേക്ഷിക്കത്തില്ല, പക്ഷെങ്കിൽ അവരെ ഏൽപ്പിക്കാനിരുന്ന കാര്യം കർത്താവ് വേറൊരാളിനെ. അപ്പൊ പത്രോസിനെ കൊണ്ട് ഒരിക്കലും വിജാതിയുടെ ഇടയിലോട്ട് പോയി സുവിശേഷം പറയാനൊക്കത്തില്ല, കാരണം എപ്പോഴും വിമർശനങ്ങൾ കേട്ടോണ്ടിരിക്കും. പൗലോസിനെ സംബന്ധിച്ച് പൗലോസിന് തെക്കോട്ടും വടക്കോട്ടും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഒന്നാമത് ശക്തമായ നിലയിൽ മറുപടി പറയാൻ കഴിവുള്ള, ന്യായപ്രമാണത്തിൽ അറിവുള്ള ആളാണ് അദ്ദേഹം. എബ്രായ ഭാഷയിലാണെങ്കിലും ഗ്രീക്ക് ഭാഷയിലാണെങ്കിലും അരാമ്യ ഭാഷയിലാണെങ്കിലും ഒക്കെ ഫ്ലുവൻ്റ് ആയിട്ട് പ്രസംഗിക്കുവാൻ കഴിവുള്ള, ന്യായപ്രമാണത്തിന്റെ വള്ളിയും പുള്ളിയും തെറ്റാതെ പഠിപ്പിക്കുവാൻ കഴിവുള്ള ഒരു വലിയ റബിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം വിജാതീയ ലോകത്തിൽ പോയി ജാതികളെ കർത്താവിന് വേണ്ടി നേടിയ ശേഷം അപ്പോസ്തലന്മാരെ വിളിച്ചുകൊണ്ട് വന്ന് അവിടുത്തെ ദൈവകൃപ കാണിച്ചു. ഓരോ മിഷണറി യാത്ര കഴിയുമ്പോഴും നാം കാണുന്നു. ഒന്നാമത്തെ മിഷണറി യാത്ര, രണ്ടാമത്തെ മിഷണറി യാത്ര, മൂന്നാമത്തെ മിഷണറി യാത്ര. ഈ 3 മിഷണറി യാത്രകളും കഴിയുമ്പോൾ പൗലോസ് മടങ്ങി വന്നത് എവിടെയാണ്? അയക്കപ്പെട്ട സ്ഥലമായ അന്ത്യോക്യയിൽ. അന്ത്യോക്യയിൽ വന്ന ശേഷം പൗലോസ് എങ്ങോട്ട് പോയി? യെരുശലേമിലേക്ക് പോയി. എന്തിനാണ് യെരുശലേമിൽ പോയത്? യെരുശലേമിൽ ചെന്ന് യാക്കോബിനോടും പത്രോസിനോടും ഈ ശുശ്രൂഷയുടെ കാര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് തന്നെ. അപ്പൊ തനിക്ക് എപ്പോഴും ആ അപ്പോസ്തലന്മാരുടെ ഒരു വലിയ കരുതൽ അല്ലെങ്കിൽ അവരുടെ ഒരു പാർട്ട്ണർഷിപ്പ് എപ്പോഴും ആവശ്യമായിരുന്നു. ആ സിസ്റ്റമാറ്റിക് ആയിട്ട് താനത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പം പൗലോസിന്റെ ആ മിഷണറി പ്രവർത്തനങ്ങളോട് കൂടിയാണ് വിജാതീയരുടെ ഇടയിലേക്ക് സുവിശേഷവുമായിട്ട് ആളുകൾ പോകുവാൻ താല്പര്യപ്പെടുകയും അപ്പോസ്തലന്മാരൊക്കെ പിന്നീട് യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മീഖായുടെ പ്രവചനം 4-ാം അധ്യായം 1-2 വാക്യം. മീഖ 4:1-2. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്കു മീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന്, വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അതെ. അപ്പം ഇത് യഥാർത്ഥത്തിൽ ഈ പ്രവചന ഭാഗം ജാതികൾ ദൈവത്തിങ്കിലേക്ക് വരുന്നതിനെ കുറിച്ചുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഒരു പ്രവചനമാണ്. എന്നാൽ അവിടെ കാണുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു ആശയം യഹൂദന്മാർക്കുണ്ടായിരുന്ന ആശയമാണ്. എന്താണത്? എല്ലാവരും, ഓൾ ദ നേഷൻസ് വുഡ് കം ടു സയോൺ. എല്ലാ ജാതികളും സിയോനിലേക്ക് ഒഴുകി വരണം. ആ ഒരു ചിന്താഗതിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിശ്വാസം ജനതകളിലേക്ക്, ജാതികളിലേക്ക് മിഷൻസുമായിട്ട് കടന്നു പോകുവാൻ അവരെ അനുവദിച്ചിരുന്നില്ല. അവർ വെയിറ്റ് ചെയ്യുന്നത് മൊത്തം ജാതികളെല്ലാം സിയോനിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചായിരുന്നു. എന്നാൽ 1-ാമത്തെ നൂറ്റാണ്ടിൽ കർത്താവിന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ കർത്താവ് തെരുവുകളിൽ പ്രസംഗിക്കുകയും
തെരുവുകളിൽ കണ്ട സാധാരണക്കാരായ ആളുകളോട് ഇടപഴകുകയും ചെയ്തു. അപ്പോൾ ഒരു അസാധാരണമായ മിഷണറി മെത്തേഡ്, അല്ലെങ്കിൽ അത് ശിഷ്യന്മാർക്കും കൂടെ പഠിക്കത്തക്ക നിലയിൽ കർത്താവിന്റെ ദർശനം എന്താണ്, പുതിയ നിയമ ദർശനം എന്താണ് എന്ന് പഠിപ്പിക്കത്തക്ക നിലയിലുള്ള ഒരു വസ്തുതയായി നമുക്ക് അത് കാണുവാൻ കഴിയും. എന്തായിരുന്നു അത്? കർത്താവ് ഔട്ട്കാസ്റ്റ് ആയിട്ടുള്ള, അസ്പർശരായിട്ടുള്ള സമൂഹം, യഹൂദ സമൂഹം അകറ്റി നിർത്തിയ വ്യക്തികളെയും അവർ പാപികൾ എന്ന് മുദ്ര കുത്തിയവരെയും അവരുടെ അടുക്കലേക്കാണ് കർത്താവ് പോകുന്നത്. അപ്പോൾ ഇവൻ പാപികളുടെ സ്നേഹിതനാണ്, ഇവൻ ചുങ്കക്കാരോടും പാപികളോടും ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്ന് പരീശന്മാര് വളരെയധികം വിമർശിച്ചു കർത്താവിനെ. ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിൽ നിന്നും അന്യപ്പെടുത്തി നിർത്തുന്നവരായിരുന്നു അന്നത്തെ ആത്മീയ നേതാക്കന്മാർ. അവരൊരിക്കലും പാപികൾ എന്ന് അവർ മുദ്ര കുത്തുന്ന ചില ആൾ, ചുങ്കക്കാരെന്ന് പറയുന്നത് പാപികളാണ്. പിന്നെ ഈ സീലോട്സ് ഒക്കെ പോലെയുള്ള വിപ്ലവകാരികളായിട്ട് നടക്കുന്നവർ പാപികളാണ്. അപ്പൊ ചുങ്കക്കാരും പാപികളാണ്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ കുറച്ചെങ്കിലും വേശ്യാവൃത്തി ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവരെ എല്ലാം അകറ്റി നിർത്തി. പക്ഷെ യേശുവിന്റെ സമീപനം, ഇവരോടൊക്കെയുള്ള സമീപനം പഠിച്ചാൽ ഒരു ദൈവസ്നേഹത്തിന്റെ പ്രദർശനത്തോടുകൂടി അവരെ സമീപിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. ചുങ്കപ്പിരിവുകാരനായ ലേവിയുടെ വീട്ടിൽ പോയി വിരുന്ന് കഴിച്ചു. കല്ലെറിഞ്ഞു കൊല്ലുവാൻ പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ശിക്ഷിക്കാതെ വിടും. കല്ലെറിഞ്ഞു കൊല്ലേണ്ട പാപമാണ് ന്യായപ്രമാണപ്രകാരം. അപ്പൊ എല്ലാ സന്ദർഭങ്ങളിലും ഒരു വിപ്ലവകരമായ സമീപനം, ഒരു സാധാരണ യഹൂദ മത നേതാക്കന്മാർ ചെയ്യാത്ത രീതിയിലുള്ള ഒരു സമീപനം കർത്താവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ യഹൂദ മത നേതാക്കന്മാർ അകറ്റി നിർത്തിയ സമൂഹത്തെ കർത്താവ് ഉൾക്കൊള്ളുകയും അവരോട് ചേർന്ന് സഹവസിക്കുകയും ജീവിക്കുകയും സംവദിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കർത്താവ് അവരുടെ കസ്റ്റംസിനെ, കസ്റ്റമറി ബാരിയേഴ്സ്, he crossed all the customary barriers and went out to people. അതാണ് നമ്മൾ മുമ്പേ കണ്ട ആ ഒരു സമീപന രീതി. അത് നമ്മൾ കണ്ടത്. അതിനെ ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് സെൻട്രിഫിഗൽ ആയിട്ടുള്ള ഒരു സമീപന രീതി കർത്താവ് ചെയ്യും. അപ്പോൾ സമൂഹം കെട്ടി ഉയർത്തിയ എല്ലാ തടസ്സങ്ങളെയും, ഓൾ ദ ബാരിയേഴ്സ്, എല്ലാ തടസ്സങ്ങളെയും ഇടിച്ചു നിരത്തിക്കൊണ്ടാണ് കർത്താവ് തന്റെ മിനിസ്ട്രി ചെയ്യുന്നത്. കർത്താവിന്റെ ശിഷ്യന്മാർക്ക് അത്രത്തോളം ആദ്യമ സമയങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല. യേശുവിന്റെ പഠിപ്പിക്കലുകളിൽ സമവീക്ഷണ സുവിശേഷങ്ങൾ, ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ശക്തമായ ഉപദേശം നമുക്ക് കാണാം. ദൈവരാജ്യം സുവിശേഷത്തിന്റെ ഭാഗമായിരുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പൊ മാനസാന്തരപ്പെടുകയും വേണം, ഈ ദൈവരാജ്യത്തിൽ വിശ്വസിക്കുകയും വേണം.
സുവിശേഷത്തിന്റെ ഭാഗമാണ് ദൈവരാജ്യം. അപ്പൊ ദൈവരാജ്യത്തെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും മിഷനെ കുറിച്ചും കർത്താവ് പഠിപ്പിച്ച കുറച്ചു കാര്യങ്ങൾ നാം സുവിശേഷങ്ങളിൽ കാണുന്ന, പ്രത്യേകിച്ചും മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലൊക്കെ കാണുന്നത് പോലെയുള്ള ദൈവരാജ്യത്തിന്റെ ആഗമനത്തെ കുറിച്ചുള്ള ഒരു പ്രത്യാശ, അത് കർത്താവിന്റെ മിനിസ്ട്രി എന്ന് പറയുന്നത് ഗോഡ്സ് ആക്ഷൻ ഇൻ ഹിസ്റ്ററി which began to fulfill his promises now in anticipation of the final triumph of his rule. ദൈവരാജ്യത്തിന്റെ ആഗമനം, ദൈവഭരണത്തിന്റെ ആഗമനത്തെ കുറിച്ചുള്ള വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെടുവാൻ പോകുന്നു. അതിനുവേണ്ടി ദൈവം ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അപ്പൊ കർത്താവ് പ്രസംഗിച്ചു തുടങ്ങി എന്ന് പറയുമ്പോൾ ദൈവം ചരിത്രത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ള അർത്ഥമാണ്. അത് ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങളിലേക്കുള്ള പൂർത്തീകരണം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി, ദ പ്രസൻസ് ഓഫ് ജീസസ് ദ കിങ് ഹിയർ ആൻഡ് നൗ which brought people into a new relationship with God. യേശു ഇപ്പോൾ രാജാവായി പ്രത്യക്ഷപ്പെടുകയും രാജാവായി ജനിച്ചവനാണ്. യേശുവിന്റെ രാജകീയത്വം എന്ന് പറയുന്നത് മനുഷ്യനെ ദൈവവുമായുള്ള ഒരു പുതിയ ബന്ധത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ദൗത്യം ഉൾക്കൊള്ളുന്നതാണ്. അത് മനുഷ്യന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ അവരെ ദൈവത്തിങ്കലേക്ക് ഒരു പുതിയ ബന്ധത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ദൗത്യമായിരുന്നു കർത്താവിനുണ്ടായിരുന്നു. മൂന്നാമതായി, സെറ്റിംഗ് പീപ്പിൾ ഫ്രീ ഫ്രം സിൻ, ഡീമൻസ്, ഡിസീസ്, ഇഗ്നറൻസ്, പോവർട്ടി, ഒപ്രഷൻ, റോങ് റിലേഷൻഷിപ്സ് ആൻഡ് ഡെത്ത് ആൻഡ് മേക്കിംഗ് ദം ഹോൾ. മനുഷ്യന് സമൂലമായ വ്യത്യാസമാണ് കർത്താവ് തന്റെ മിഷനിലൂടെ പ്രാവർത്തികമാക്കുവാൻ തുടങ്ങിയത്. എന്തായിരുന്നു? അവരെ പാപത്തിൽ നിന്ന് മോചിക്കുക, അവരെ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് മോചിക്കുക, അവരെ രോഗങ്ങളിൽ നിന്നും, അജ്ഞതയിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, ചൂഷണങ്ങളിൽ നിന്നും, തെറ്റായ ബന്ധങ്ങളിൽ നിന്നും അവരെ മോചിപ്പിച്ച് അവർക്കൊരു സമ്പൂർണമായ രക്ഷ നൽകുക, സമ്പൂർണമായ രക്ഷ നൽകുക. ആ രക്ഷയാണ് പുതിയ നിയമം സാൽവേഷൻ അല്ലെങ്കിൽ ആത്മരക്ഷ എന്ന്. ഇപ്പൊ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതിനകത്ത് പാപങ്ങളുടെ മോചനമുണ്ട്, ഭൂതാത്മാക്കളിൽ നിന്നുള്ള വിടുതലുണ്ട്, രോഗസൗഖ്യമുണ്ട്, അജ്ഞതയിൽ നിന്നുള്ള മോചനമുണ്ട്, പിന്നെ ദാരിദ്ര്യത്തിൽ നിന്നുള്ള വിടുതലുണ്ട്, ചൂഷണങ്ങളിൽ നിന്ന് ഉള്ള മോചനമുണ്ട്, തെറ്റായ ബന്ധങ്ങളിൽ നിന്നുള്ള മോചനമുണ്ട്, അവസാനമായി മരണത്തിൽ നിന്നുള്ള വിടുതലും. അപ്പൊ ഈ ഘടകങ്ങളെല്ലാം കൂടെ ചേരുന്ന ഒരു രക്ഷാ പദ്ധതിയാണ് മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയത്. അതിന്റെ സുവിശേഷമാണ് കർത്താവ് പ്രസംഗിക്കുന്നത്. നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് ലവ് ഫോർ ഓൾ ദി ഔട്ട്കാസ്റ്റ്. പാർശ്വവൽക്കരിക്കപ്പെട്ട, അകറ്റി നിർത്തപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട, അങ്ങനൊക്കെ ഇന്നത്തെ കാലത്ത് ആളുകൾ പറയാറ്, മാർജിനൈസ്ഡ് ആയിട്ടുള്ള, മുഖ്യധാരയിലേക്ക് വരാതിരിക്കുന്ന ആളുകളെ സ്നേഹിക്കുക. Religious leaders called them sinners, but Jesus could see in them the goodness of God. യഹൂദ മത നേതാക്കന്മാർ പാപികളെന്ന് വിളിച്ച് അകറ്റി നിർത്തിയവരിൽ കർത്താവ് കണ്ടത് എന്താണ്? ദൈവികമായ നന്മകളാണ്, ദൈവികമായ നന്മയാണ്. അപ്പൊ ദൈവത്തിന്റെ ദൃഷ്ടിയിലൂടെ മനുഷ്യനെ കാണുവാനാണ് കർത്താവ് പഠിപ്പിച്ചത്.
ദൈവത്തിന്റെ ദൃഷ്ടിയിലൂടെ മനുഷ്യനെ കാണുവാൻ. നാം എങ്ങനെയാണ് മനുഷ്യനെ കാണുന്നത്? നാം കാണുന്നത് നമ്മുടെ ദൃഷ്ടിയിലൂടെയാണ്. പക്ഷെ നമ്മുടെ ദൃഷ്ടിയിൽ നാം ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. കണ്ണാടി ഇല്ലാത്തവർക്കും ഒരു കണ്ണാടി ഉണ്ട്. ആ കണ്ണാടി എന്താണ്? നമ്മുടെ ദൈവശാസ്ത്രമാണ്, നമ്മുടെ സംഘടനയാണ്, നമ്മുടെ സമുദായമാണ്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള മദ്യപാനികളായിട്ടുള്ള ആളുകളോട് സംസാരിക്കുന്നത് നമുക്ക് താല്പര്യമില്ല. ഇനി മോശപ്പെട്ട ഒരു ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയോട് നമുക്ക് ഇവിടെ പോവാന്ന് പോലും ചോദിക്കാനുള്ള മനസ്സുണ്ടാവില്ല. പിന്നെ ദാരിദ്ര്യത്തിലോ കടഭാരത്തിലോ ഇരിക്കുന്നവരാണെങ്കിൽ അവരോട് ഭക്ഷണം കഴിച്ചോ എന്ന് നമുക്ക് ചോദിക്കാൻ മനസ്സുണ്ടാവില്ല. കാരണം കഴിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ സമൂഹത്തിലല്ല ഒരു വ്യക്തി വരുന്നതെങ്കിൽ, ജീവിക്കുന്നതെങ്കിൽ അല്ലെ, നമ്മുടെ എല്ലാം ഉള്ള ഒരു മൈൻഡ് സെറ്റിന്റെ ഭാഗമാണ്. പെന്തക്കോസുകാരല്ലെന്നുണ്ടെങ്കിൽ അവര് അത്രത്തോളം നല്ലവരല്ല എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ട്. അല്ലെ, പെന്തക്കോസിലല്ല ആരാധനയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അവര് മോശപ്പെട്ടവരാണ്, അല്പമെങ്കിലും ഒരു താഴ്ന്ന ഗ്രേഡിലുള്ളവരാണെന്നുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ട്. ഇപ്പൊ ന്യൂ ജനറേഷൻ സഭയിലോ അല്ലെങ്കിൽ CSIയിലോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും ആണ് ആരാധനിച്ച് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം അങ്ങോട്ട് പോരാന്നുള്ള ഒരു ചിന്തയുണ്ട്. അവർ കുറച്ചും കൂടെ ആവാനുണ്ട്. എന്താണ് ആവേണ്ടത്? നമ്മളെ പോലെ ആവണം. ഇനി നമ്മുടെ സഭാവിഭാഗത്തിലല്ല എന്നുണ്ടെങ്കിലും പ്രശ്നമുണ്ട്. എവിടെ സഹോദരി പോകുന്നത്? ഞങ്ങൾ TPM-കാരാണ്. ഓ, TPM-ലാണ്. അപ്പൊ TPM-ലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ IPC-ക്കാർക്കും ഞങ്ങളെ പോലുള്ള ചർച്ചോക്കോടുകാർക്കും ഒക്കെ ഒരല്പം അകൽച്ചയുണ്ട്. അവരത്ര ശരിയല്ല. അപ്പൊ നമ്മുടെ കണ്ണാടി എന്ന് പറയുന്നത് എന്താ? സംഘടനയുടെയും ആശയങ്ങളുടെയും കണ്ണാടിയിലൂടെയാണ്. ദൈവം നോക്കുന്നത് ഇങ്ങനെയാണോ? അവൻ TPM-കാരനാണോ, CSI-കാരനാണോ, ചർച്ചകൂടുകാരനാണോ എന്നാണോ നോക്കുന്നത്? അല്ല. അപ്പൊ കർത്താവ് ഇങ്ങനെ, ദൈവത്തിന്റെ വീക്ഷണത്തിൽ മനുഷ്യനെ കാണുവാൻ കർത്താവ് ശിഷ്യന്മാരെയും പരിശീലിപ്പിച്ചു. അപ്പൊ ലവ് ഫോർ ഓൾ ദി ഔട്ട്കാസ്റ്റ്, റിലീജിയസ് ലീഡേഴ്സിന് അത് പറ്റത്തില്ലായിരുന്നു. അവരെല്ലാവരും പാപികളായിരുന്നു. പക്ഷെ ആ പാപികളിൽ കർത്താവ് മനുഷ്യനെയാണ് കണ്ടത്. അപ്പൊ നമ്മൾ പഠിച്ച ഒരു വസ്തുത ഉണ്ടായിരുന്നു. എന്തായിരുന്നു വസ്തുത? ദൈവത്തിന്റെ മനുഷ്യനിൽ നഷ്ടപ്പെട്ടു പോയ ദൈവസാദൃശ്യത്തിലേക്ക് അവനെ തിരികെ കൊണ്ടുവരുവാനായിരുന്നു ദൈവത്തിന്റെ മിഷൻ. അതിനുവേണ്ടിയാണ് കർത്താവ് വന്നത്. ഇവരുടെ പ്രാണങ്ങളെ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതും കൂടി ഉൾപ്പെടുന്നതാണ്. അപ്പൊ വികലമാക്കപ്പെട്ട, തള്ളപ്പെട്ടുപോയ, തകർക്കപ്പെട്ടുപോയ ആ സാദൃശ്യത്തെ സ്നേഹത്തോടുകൂടി കർത്താവ് പുനഃസൃഷ്ടിക്കുന്നതിനുള്ള സ്നേഹമാണ് പകർന്നു കൊടുക്കുന്നത്. ഇതിന്റെ ഒരു ഉദാഹരണം നമുക്കറിയാം. ഈ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോയ വഴിയാത്രക്കാരൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട സംഭവം. അവിടെ ലേവ്യനും പുരോഹിതനും കടന്നുപോയി. ലേവ്യന്റെയും പുരോഹിതന്റെയും കാഴ്ചപ്പാടെന്ന് പറയുന്നത് എന്തായിരുന്നു? അവരുടെ മതത്തിന്റെ കാഴ്ചപ്പാടായിരുന്നു. പക്ഷെ ശമരിയാക്കാരൻ അതുവഴി വന്നു. അവൻ പ്രത്യേക മത സംവിധാനങ്ങളുടെ കാഴ്ചപ്പാടുകളൊന്നുമില്ലാതെ മനുഷ്യത്വത്തോടുകൂടി അവന് രക്ഷ നൽകുന്നതായിട്ട് അവന് രക്ഷ നൽകും. ശമരിയാക്കാരൻ രക്ഷ നൽകി. നമ്മളെല്ലാം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും എന്താണ്? നല്ല ശമരിയാക്കാരനായ നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? നമ്മളെ രക്ഷ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് കർത്താവ് നമ്മളെ രക്ഷ ചെയ്തു എന്നുള്ള ഒരു ആശയം വാസ്തവമാണ്. പക്ഷെ ആ ഉപമ കർത്താവ് പഠിപ്പിച്ചത് എന്തിനു വേണ്ടി? ഇവരിൽ ആരാകുന്നു അവന്റെ സ്നേഹിതൻ? ശമരിയാക്കാരൻ എന്ന് പറഞ്ഞില്ല. കാരണം ശമരിയാക്കാരനെന്ന് യഹൂദന്മാര് പറയത്തില്ല. അവന് രക്ഷ ചെയ്തവൻ, അവനെ രക്ഷിച്ചവൻ.
നമ്മുടെ വീടുകളിലൊക്കെ ഈ പണ്ട് കാലത്ത്, ഇപ്പോഴങ്ങനെ ഒന്നും ഇല്ല, ഭർത്താക്കന്മാരെ അങ്ങനെ അഭിസംബോധന ചെയ്യുമ്പോൾ, വിളിക്കുമ്പോൾ, അല്ലെ മറ്റുള്ളവരോട് പറയുമ്പോൾ അവരുടെ പേരും ചായന്നും കേട്ടി കൂട്ടിയൊന്നും അങ്ങനെ ചിലപ്പോൾ പറയത്തില്ല. അപ്പം ബിജുവിന്റെ പപ്പ വന്നപ്പം പറഞ്ഞായിരുന്നു എന്ന് പറയും. ബിജു ആരാണ്? അവരുടെ മകനാണ് അല്ലേ? ബിജുവിന്റെ പപ്പ വന്നപ്പോ പറഞ്ഞായിരുന്നു. അപ്പൊ അതൊരു ബഹുമാനം കൊണ്ടാണ് തോമാച്ചനെന്നോ ഒന്നും പേര് വിളിക്കാത്തത്. അപ്പൊ യഹൂദന്മാരെ സംബന്ധിച്ച് ശമരിയക്കാരുടെ പേര് അവരുടെ നാവിൽ ഉച്ചരിക്കത്തില്ല, കാരണം അവർക്കത് നിന്ദ്യമായ കാര്യമാണ്. അതുകൊണ്ട് പറഞ്ഞു അവന് രക്ഷ ചെയ്തവനാണ് അവന്റെ സ്നേഹിതൻ. അപ്പൊ കർത്താവ് പറഞ്ഞു എന്താ, ഞാനാണ് ആ നല്ല ശമരിയക്കാരൻ എന്നാണോ പറഞ്ഞു? അല്ല, നിങ്ങളും പോയി അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ശമരിയക്കാരൻ നിങ്ങളാവണം എന്നാണ് കർത്താവ്. നിങ്ങളുടെ ചിന്താഗതിയിൽ ഈ ലേവ്യന്റെയും പുരോഹിതന്റെയും ചിന്താഗതിയല്ല, മറിച്ച് രക്ഷ ചെയ്യുന്നവന്റെ ചിന്താഗതി, ശമരിയക്കാരന്റെ ചിന്താഗതി, സ്നേഹമുള്ളവന്റെ ചിന്താഗതി ഉണ്ടാകും. അപ്പൊ കർത്താവ് അത് ചെയ്തു. കർത്താവ് അത് ചെയ്തു കഴിഞ്ഞപ്പോ കർത്താവ് എന്താ ചെയ്തത്? യഹൂദന്മാരിൽ പല ആളുകളും സ്ത്രീകളോട് സംസാരിക്കത്തില്ല. പരീക്ഷപക്ഷത്തുള്ള പല ആളുകളും സ്ത്രീകളോട് സംസാരിക്കത്തില്ല, സ്ത്രീകളുടെ മുഖത്ത് നോക്കത്തില്ല, കാരണം അവരുടെ ഭക്തിയുടെ ഭാഗമായിട്ട് അവർ ചെയ്യത്തില്ല. അപ്പം യെരുശലേമിലെ ഒരു സംഘം കഠിന പരീക്ഷമാരുണ്ടായിരുന്നു. അവര് തെരുവിലൂടെ നടക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? കണ്ണ് മൂടിക്കെട്ടും. ഒരു തൂവാല കൊണ്ട് കണ്ണിങ്ങനെ മൂടി അങ്ങ് കെട്ടും. എന്നിട്ട് രൂപം വെച്ചൊക്കെയാണ് ഇങ്ങനെ പോകുന്നത്. കാരണം എന്താണ്? സ്ത്രീകളെ നോക്കരുത്. എന്നിട്ട് ഇവര് ചെന്ന് ചില മതിലേലും ചില പോസ്റ്റുകളിലും ഒക്കെ ചെന്ന് ഇടിക്കും. അങ്ങനെ ഈ നെറ്റിയിൽ നിന്നൊക്കെ രക്തം ഇങ്ങനെ വാർന്നൊഴുകുന്ന ഒരു ടൈപ്പ് ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, ഭക്തിയുടെ കൂടുതൽ കൊണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശബരിമലയിലുള്ള സ്ത്രീകളുമായിട്ടൊന്നും നബിമാർ സംസാരിക്കത്തില്ല. കർത്താവ് അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് സ്ത്രീയോട് സംസാരിക്കുന്നു, സ്ത്രീകൾക്ക് മാന്യത കൽപ്പിക്കുന്നു, അവരോട് സംസാരിക്കുന്നു. അതുപോലെ കുഷ്ഠരോഗികൾ പട്ടണത്തിന് പുറത്ത് താമസിക്കണം, പാളയത്തിന് പുറത്താണ് അവരുടെ വാസം. കുഷ്ഠരോഗിയെ അടുത്ത് നിർത്തത്തില്ല, സ്പർശിക്കത്തില്ല, അവരെ ആട്ടി ഓടിക്കും. പാവപ്പെട്ട ആളുകളൊന്നും ദേവാലയത്തിൽ വരുന്നത് പുരോഹിതന്മാർക്ക് ഇഷ്ടമല്ല. കാരണം 2 കാശും കൊണ്ടൊക്കെയാ വരും. പ്രമാണിമാരൊക്കെ വലിയ മടിശീല കൊണ്ടുവന്ന് കുടഞ്ഞിടുമ്പം ഈ വിധവകളും പാവപ്പെട്ടവരും ഒക്കെ 2 വെള്ളിക്കാശും കൊണ്ടൊക്കെ വന്ന് കാഴ്ച കിട്ടും. അതൊന്നും അവർ മൈൻഡ് ചെയ്യത്തേ. പക്ഷെ കർത്താവ് പാവപ്പെട്ട സ്ത്രീയെ മൈൻഡ് ചെയ്തു. അത് മാത്രമല്ല, ഒരു സർട്ടിഫിക്കറ്റ് നൽകി. അവളാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത്. ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് ഭണ്ഡാരത്തിലിട്ട ആളുകളുണ്ട്. അവര് ലിസ്റ്റ് വായിക്കുകയാണെങ്കിൽ വലിയൊരു ലിസ്റ്റ് കാണും. ഈ പൈസയൊന്നും അതിനകത്ത് കാണത്തില്ല. ഇത് ഒരു സൺഡ്രി എക്സ്പെൻസ് പോലെ കൂട്ടാനാകും. പക്ഷെ കർത്താവ് പറഞ്ഞു ഇവളാണ് ഏറ്റവും കൂടുതൽ ഇട്ടത്, ഈ പാവപ്പെട്ട സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ ഇട്ടത്. കാരണം അവളുടെ ഉപജീവനത്തിന്റെ മുഴുവനുമാണ് അവൾ സമർപ്പിച്ചത്. അപ്പം ഈ പാവപ്പെട്ടവരുടെ കൊടുക്കലിന് അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികത്തെ കർത്താവ് കണ്ട ഒരു കാഴ്ചപ്പാട്. കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു കാരുണ്യം. പിന്നെ ടാക്സ് കളക്ടേഴ്സ്, പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, ജെന്റൈൽസ്, ഇവരെ ആരും ഒന്നും കയറ്റത്തില്ല. കർത്താവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ വിപ്ലവകാരികളായ ആളുകൾ ഉണ്ടായിരുന്നു. വിപ്ലവകാരികളായ ആളുകൾ, എരിവുകാരനായ ശീമോൻ, ചെറിയ യാക്കോബ്, ഇസ്കരിയോത്ത യൂദ, അൽഫായുടെ മകൻ യാക്കോബ്, ഈ 4 പേരും അത്ര നല്ല സ്വഭാവമുള്ളവരായിരുന്നു. അപ്പൊ ഈ കുഴപ്പക്കാരായ ആളുകളെയാണ് യോഹന്നാന്റെ കൂടെയും
പത്രോസിന്റെ കൂടെയും ഒക്കെ പരിശീലിപ്പിക്കാൻ വേണ്ടി കൊടുത്തു. മത്തായി ചുങ്കക്കാരനാണ്. ചുങ്കം പിരിക്കുന്നവരെ പാപികളായിട്ടാണ് യഹൂദന്മാർ കാണുന്നത്. എന്തുകൊണ്ടാണ്? കാരണം യഹൂദന്മാരിൽ നിന്നും റോമാക്കാർക്ക് വേണ്ടി ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന ആളുകൾ. ഒന്നാമത് റോമാക്കാരെ ഇവർക്ക് ഇഷ്ടമല്ല. റോമാക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്ന അതിന് ടാക്സ് പിരിക്കുന്നവരെ ഇവരെ അകറ്റി നിർത്തും. അങ്ങനെയുള്ളവരെയാണ് ചുങ്കക്കാരെന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ പറഞ്ഞു ചുങ്കക്കാരെല്ലാം അങ്ങനെയുള്ളവർ. അപ്പൊ ചുങ്കക്കാരും ഭാവികളും എന്നുള്ള ഒരു പഴഞ്ചൊല്ല് പോലെ അത് ചേർത്താണ് പറയുന്നത്, ചുങ്കക്കാരും ഭാവികളും. അപ്പൊ ചുങ്കക്കാരെ ഭാവികളായിട്ടാണ് വരുന്നത്. അങ്ങനെയുള്ള ഒരു ചുങ്കക്കാരനെയാണ് ശിഷ്യനാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം വളരെ വൈവിധ്യമുള്ള പരസ്പര വിരുദ്ധമായ സ്വഭാവങ്ങളുള്ള സമൂഹം ഒരിക്കലും ഒരു റിക്രൂട്ട്മെന്റിൽ അഡ്മിഷൻ കൊടുക്കാത്ത ആളുകളെയാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരാക്കി. അപ്പൊ ഇതെല്ലാം സ്നേഹത്തിന്റെ സമീപനമായി നമുക്ക് കാണുവാൻ കഴിയും. വ്യത്യസ്തമായ ചിന്താഗതി. അപ്പൊ യേശുവിന്റെ മിഷൻ എന്ന് പറയുന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമായിരുന്നു. അഞ്ചാമത്തേത് അൺലിമിറ്റഡ് ഫോർഗീവ്നെസ് ആൻഡ് റെക്കൺസിലിയേഷൻ ബോത്ത് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ബിറ്റ്വീൻ ദം ആൻഡ് ഗോഡ്. ദൈവവും മനുഷ്യനുമായും മനുഷ്യനും മനുഷ്യനുമായും റെക്കൺസിലിയേഷനിലേക്ക് വരിക, അനുരഞ്ജനത്തിലേക്ക് വരുന്ന ഒരു ക്ഷമയുടെ പാഠം കർത്താവ് പഠിപ്പിച്ചു. അടുത്തതായിട്ട് റീഇൻറ്റർപ്രറ്റിംഗ് ദ ലോ ഓഫ് മോസസ്. മോശയുടെ ന്യായപ്രമാണത്തെ പുനർനിർവചനം ചെയ്തു, പുനർവ്യാഖ്യാനം ചെയ്തു. നിയമത്തെക്കാൾ സ്നേഹമാണ് വലുതെന്ന് പഠിപ്പിക്കുന്ന ഒരു ഇന്റർപ്രട്ടേഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് മോശയുടെ പ്രമാണത്തിൽ ഇങ്ങനെ പറയുന്നു, പക്ഷെ ഞാനോ നിങ്ങളോട് പറയുന്നത്, ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം. പക്ഷെ ഞാനോ നിങ്ങളോട് പറയുന്നത്. അപ്പൊ നിയമത്തെക്കാൾ സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തു. അവസാനമായി കർത്താവ് ദ ഗാദറിംഗ് ഓഫ് ദി 12, 12 പേരെ തിരഞ്ഞെടുക്കുന്നത്, എ സിംബോളിക് നമ്പർ വിച്ച് ഷോഡ് ദാറ്റ് ഗോഡ് ഈസ് നോട്ട് കൺസേൺഡ് വിത്ത് ദ സ്മോൾ റെമിനന്റ് ഓഫ് Zion. 7 അല്ലേ? 1, 2, 3, 4, 5, 6, 7. ദ ഗാദറിംഗ് ഓഫ് ദി 12, സിംബോളിക് നമ്പർ, 12 പേരെ തിരഞ്ഞെടുക്കുന്നു. പന്ത്രണ്ട് ഗോത്രങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതായിരുന്നു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. സിംബോളിക് നമ്പറായിട്ടാണ് 12 ശിഷ്യന്മാരെ തന്നോട് കൂടെ ഇരിപ്പാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ യഹൂദന്മാരുടെ ചിന്താഗതിക്ക് വ്യത്യസ്തമായിരുന്നു അത്. എന്തായിരുന്നു യഹൂദന്മാരുടെ ചിന്താഗതി? യഹൂദന്മാരുടെ ചിന്താഗതി ദൈവം ഒരു സിയോനിലെ ശേഷിപ്പിനെയാണ് പരിഗണിക്കുന്നത്. അല്ലെ, ഒരു ശേഷിപ്പുണ്ടാകും എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഈ 10 ഗോത്രങ്ങൾ നഷ്ടപ്പെട്ടു പോയി, അന്യപ്പെട്ടു പോയി. 2 ഗോത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ന്യായപ്രമാണം യഥാർത്ഥമായി അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ട് അതിൽ തന്നെയുള്ള ഒരു ചെറിയ ഗ്രൂപ്പിനെ മാത്രമാണ് കർത്താവിന്റെ പരിഗണന, ദൈവത്തിന്റെ പരിഗണന എന്നവർ ചിന്തിച്ചു. ചെറിയ ഗ്രൂപ്പിന്, ചെറിയ ആട്ടിൻകൂട്ടം അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പ്. ഇതും അവരുടെ ചിന്താഗതിയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അവരിലുള്ള പരീശന്മാരെയാണ് ഒരു പക്ഷെങ്കിൽ കർത്താവ് കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് അവർ കരുതിയിരുന്നു. പക്ഷെ യഥാർത്ഥ യഹൂദന്മാരായിട്ട് ഇപ്പോൾ 2 ഗ്രൂപ്പുകളെ ഉള്ളൂ, 2 ഗോത്രങ്ങളെ ഉള്ളൂ. പക്ഷെ കർത്താവ് ഭാവിയിൽ എല്ലാവരെയും റെസ്റ്റോർ ചെയ്യുന്ന, യഥാസ്ഥാനപ്പെടുത്തുന്നതിന്റെ പ്രതീകമായിട്ട് 12 ഗോത്രങ്ങളുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണമാണ് 12 ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. ഈ 7 കാര്യങ്ങൾ കർത്താവിന്റെ മിനിസ്ട്രിയുടെ പ്രധാനപ്പെട്ട
കാര്യങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാറേ, ഒന്നാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറയോ? ഒന്നാമത്തെ God's action in history. God's action in the history which began to fulfill his promises of his rule. അത്ര എഴുതിയാ. God's action in history which began to fulfill his promises of his rule. മലയാളത്തിൽ അതായത് കർത്താവിന്റെ ഭരണം കർത്താവിന്റെ ഭരണത്തിന്റെ വാഗ്ദത്തം പൂർത്തീകരിക്കുന്നതിന് ദൈവം ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നു. ദൈവം ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നു. നമുക്കൊരു 4-5 കാര്യങ്ങൾ അതും കൂടെ പഠിച്ച ശേഷം പുതിയ നിയമത്തിന്റെ ഈ 1-ാം ഭാഗം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജീസസ് മിനിസ്ട്രി. യേശുവിന്റെ ശുശ്രൂഷയുടെ സ്വഭാവം. പൗലോസിന്റെ രചനകളിലൊന്നും കർത്താവിന്റെ ജീവിതത്തെക്കുറിച്ച് അധികമായ പരാമർശങ്ങളില്ല. ലേഖനങ്ങളിലൊന്നും യേശുക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് അധികമായി പരാമർശിക്കുന്നില്ല. പ്രത്യേകിച്ചും പൗലോസിന്റെ രചനകളിലൊന്നും അത് നമ്മൾക്ക് കാണുന്നില്ല. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ബിക്കോസ് ഹി വാസ് so interested in the way that the death and resurrection of Jesus are reproduced in the life of Christians. യേശുവിന്റെ മരണവും പുനരുത്ഥാനവുമാണ് ക്രൈസ്തവ ജീവിതത്തെ പുനരുദ്ധരിക്കുന്നത് അല്ലെങ്കിൽ പുനരുദ്ധാരണത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ജീവിതത്തിന്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും പൗലോസ് ശ്രദ്ധിക്കുന്നില്ല, വിവരിക്കുന്നില്ല. എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിലെ നമ്മൾ കാണുന്നത് യേശു ചെയ്ത കാര്യങ്ങളാണ് അവരുടെ ശുശ്രൂഷയുടെ താക്കോൽ എന്ന് ഉള്ള ആശയത്തിലാണ് മർക്കോസ് എഴുതുന്നത്. പൗലോസിന്റെ മിഷണറി വ്യൂവിൽ കർത്താവ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അധികം വിവരിക്കുന്നില്ല. അതിന് കാരണം കർത്താവിന്റെ മരണവും പുനരുത്ഥാനവുമാണ് മിഷൻസിന്റെ താക്കോൽ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തെ പുനരുദ്ധരിക്കുന്നത്, ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രത്യാശ ജീവൻ പകരുന്നത് എന്ന് പൗലോസ് വിശ്വസിച്ചു. പൗലോസിന്റെ ആശയം അതായിരുന്നു. എന്നാൽ മർക്കോസിനെ സംബന്ധിച്ച് മർക്കോസ് സുവിശേഷം എഴുതുമ്പോൾ
യേശു ചെയ്ത കാര്യങ്ങൾ, മർക്കോസിലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കർത്താവ് ചെയ്തതായിട്ട് പരാമർശിക്കുന്നത്. യേശു ചെയ്ത കാര്യങ്ങളാണ് ശുശ്രൂഷയുടെ താക്കോൽ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. മർക്കോസിന്റെ ഓരോ മിനിസ്ട്രി റെക്കോർഡ്സും അല്ലെങ്കിൽ ഓരോ സംഭവങ്ങളുടെ വിവരണങ്ങളും മിഷൻ അല്ലെങ്കിൽ ദൗത്യ ദൈവശാസ്ത്രത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ഓരോ ദൗത്യത്തെക്കുറിച്ചാണ്, ഓരോ അത്ഭുതങ്ങളും ഓരോ സൗഖ്യങ്ങളും സംഭവിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷങ്ങളിൽ കാണുന്ന യേശുവിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകതകളായിട്ട് കാണുന്ന ഒന്നാമതായിട്ട്, ജീസസ് യൂസ്ഡ് ദ ഓർഡിനറി ലാംഗ്വേജ് ഓഫ് ദ വേൾഡ് ഇൻ ഹിസ് ടീച്ചിങ്. യേശു സാധാരണക്കാരുടെ ഭാഷയിൽ പഠിപ്പിച്ചു. യേശു സാധാരണക്കാരുടെ ഭാഷയിലാണ് പഠിപ്പിച്ചത്. അതുപോലെ തന്നെ he related his teaching to the needs which people really felt in daily life. അനുദിന ജീവിതത്തിൽ ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമായി, അവരുടെ ആവശ്യങ്ങളുമായി ബന്ധിപ്പിച്ചാണ് കർത്താവ് പഠിപ്പിച്ചത്. അനുദിന ജീവിതത്തിൽ അവരുടെ പ്രശ്നങ്ങളുമായും ആവശ്യങ്ങളുമായും ബന്ധപ്പെട്ടാണ് കർത്താവ് പഠിപ്പിച്ചത്. വെറുതെ തെരുവുകളിൽ പോയി കർത്താവ് തത്വചിന്തകൾ പ്രസംഗിക്കുകയല്ലായിരുന്നു. ജീവിതത്തിലെ പ്രശ്നങ്ങളോട് ഇടപെടുകയായിരുന്നു. താൻ ഉപയോഗിച്ച ലാംഗ്വേജ് സാധാരണക്കാരുടെ ഭാഷയാണ് എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയാണ് താൻ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ജീവിതം, അതായിരുന്നു കർത്താവിന് പ്രധാനം. ഒരുപക്ഷെ നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തിൽ മറ്റ് സമൂഹത്തിൽ നിന്നുള്ള ഒരു വ്യത്യാസം, ഇപ്പൊ ഒരു 16 ആഴ്ച ഒരു വ്യക്തി പള്ളിയിൽ ചെന്നില്ലെങ്കിലും അച്ഛന് വലിയ പ്രശ്നമൊന്നും. പിന്നെ ആണ്ടിൽ ഒരിക്കലെങ്കിലും കാണുമ്പോൾ റോഡിൽ വെച്ച് പറയാം, എടാ ആണ്ടിൽ ഒരിക്കലെങ്കിലും നീ വന്നൊരു ആണ്ട് കുർബാനയെങ്കിലും ഉടനെ. അത്രയോ. അവന്റെ വീട്ടിൽ കഞ്ഞി വെച്ചോ, അവന്റെ പിള്ളേർ പഠിക്കുന്നുണ്ടോ, അവർക്ക് വല്ല തൊഴിലുണ്ടോ, ഇതൊന്നും അവരുടെ വിഷയമേ. അപ്പൊ എന്തുകൊണ്ടാണ് പെന്തക്കോസ്ത് സമൂഹം ഇത്രയും ഇഴചേർന്ന് ഒരു 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 കൂട്ടായ്മയുള്ള ശക്തിമത്തായ ഒരു സമൂഹമായിട്ട് മാറിയെന്ന് ചോദിച്ചാൽ, ഒരു ശുശ്രൂഷകൻ ഒരു സ്ഥലത്ത് വന്നാൽ അമിതമായിട്ട് വീടുകളിൽ ഇടപെടണമെന്നുള്ളതല്ല, അവരുടെ വിഷയങ്ങൾ അറിഞ്ഞ് അവരോട് ഇടപെടുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൈത്താങ്ങൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം പെന്തക്കോസ്ത് സമൂഹത്തിലേ ഉള്ളൂ. അത് പറയാതിരിക്കാൻ കഴിയത്തില്ല. അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഒരാഴ്ച ആരാധനയ്ക്ക് കണ്ടില്ലെങ്കിൽ ആരാധന ആശീർവാദം പറഞ്ഞ് കഴിഞ്ഞുകൊണ്ട് പാസ്റ്റർ വിളിക്കും, അവനെ എന്താ പറ്റിയടാ ഇന്ന് കണ്ടില്ല. ആരാ ഇങ്ങനെ ചെയ്യും? രോഗമാണെന്നറിഞ്ഞാൽ ആ നിമിഷം ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കും. വേറെ ഏത് സമുദായത്തിൽപ്പെട്ടവരും. അപ്പൊ മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ, അവന്റെ ആവശ്യങ്ങളിൽ ഇടപെടാത്ത ഒരു സുവിശേഷം അവനെ സഹായിക്കത്തില്ല. അപ്പൊ കർത്താവ് അതാണ് തന്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചത്. ഹി യൂസ്ഡ് ദ ഓർഡിനറി ലാംഗ്വേജ് ഓഫ് ദ വേൾഡ് ഇൻ ഹിസ് ടീച്ചിങ് ആൻഡ് റിലേറ്റഡ് ഹിസ് ടീച്ചിങ്സ് ടു ദ നീഡ്സ് വിച്ച് പീപ്പിൾ റിയലി ഫെൽറ്റ് ഇൻ ഡെയിലി ലൈഫ്. അനുദിന ജീവിതത്തിലെ അവരുടെ ആവശ്യങ്ങളിൽ സഹതാപം കാണിക്കുകയും അതിൽ ഇടപെടുകയും ചെയ്ത് അവരോട് ആ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു സുവിശേഷമായി. 2, he was open to outsiders. പുറത്തുള്ളവരോട് വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന സ്വഭാവം കർത്താവിന്റെ മിഷൻ. അപ്പൊ അങ്ങനെയൊന്നും പുറത്തുള്ളവരോടൊന്നും
സംസാരിക്കുന്ന രീതി അന്നത്തെ യഹൂദ മതത്തിന്റെ ലീഡേഴ്സിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെ പലപ്പോഴും വിമർശിച്ചത്. അവൻ അവിടെ പോയി ഭക്ഷിക്കുന്നു, അവരുടെ വീട്ടിൽ പോകുന്നു, ഇവരുടെ വീട്ടിൽ പോകുന്നു, അവരോട് സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ അവർ പറയാനുള്ള കാരണം അതാണ്. മൂന്നാമതായിട്ട്, ഹി ഡെലിവേർഡ് പീപ്പിൾ ഫ്രം oppression of all kind of physical, social, religious and political. ആളുകളെ വിടുതലിലേക്ക് നയിച്ചു, ആളുകളെ വിടുവിച്ചു, അവരുടെ ശാരീരിക രോഗങ്ങൾ സൗഖ്യമാക്കി, അവരുടെ സാമൂഹികമായ നിലവാരങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. മതപരമായും രാഷ്ട്രീയപരമായിട്ടുമുള്ള അവരുടെ പോരായ്മകളെ അല്ലെങ്കിൽ അവരുടെ ബന്ധനങ്ങളെ ശുദ്ധീകരിച്ചു, ഒരു കാഴ്ചപ്പാട് നൽകി. നാലാമതായി, he commissioned the 12 to continue his work. തന്റെ ഈ ശുശ്രൂഷ നിവർത്തിച്ചുകൊണ്ട് പോകുവാൻ വേണ്ടി 12 ശിഷ്യന്മാരെയും താൻ കമ്മീഷൻ ചെയ്തു, നിയോഗിച്ചു. അഞ്ചാമതായിട്ട്, he suffered and died in weakness at the hand of his opponents. This brought him into an internal conflict within himself. അവസാനമായി തന്റെ ജീവനെ വെച്ചു കൊടുത്തു. അതാണ് മലയാള ഭാഷയിൽ പറഞ്ഞത്. തന്റെ ജീവനെ വെച്ചു കൊടുത്തു. ഒരു ബലഹീനനെ പോലെ അധർമ്മികളുടെ കൈയാൽ ക്രൂശിക്കപ്പെട്ടു. അവർക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ചു, തകർക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട്. ഈ ലിസ്റ്റ് എന്തുകൊണ്ടാണ് യേശു ഇത്രമാത്രം സംഘർഷഭരിതമായ ഒരു ശുശ്രൂഷ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയുവാൻ കഴിയും. യേശുവിന്റെ ഈ ഒരു സമീപന രീതി എല്ലാവരും അംഗീകരിക്കുന്നതായിരുന്നില്ല. അത് മാത്രമല്ല, പല ഇടങ്ങളിൽ നിന്നും എതിർപ്പുകൾ വിളിച്ചു വരുത്തുകയും ചെയ്യും. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ആത്മീക പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. സാത്താന്യ ശക്തികളുമായിട്ട്, ഇരുട്ടിന്റെ ശക്തികളുമായിട്ട് പോരാട്ടമുള്ളപ്പോൾ തന്നെ ഈ പറയപ്പെട്ട ബാരിയേഴ്സിനോടുള്ള, മത സംവിധാനങ്ങളോടുള്ള ആ നിലവിലുണ്ടായിരുന്ന തെറ്റായ ധാരണകളോടുള്ള ഒരു പോരാട്ടം, അതായിരുന്നു തന്നെ സംഘർഷത്തിലാക്കിയിരുന്ന കാര്യം. മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുമ്പോൾ യേശുവിന്റെ കിങ്ഷിപ്പ് മറച്ചു വെച്ചിരിക്കുന്നു. യേശു രാജാവാണെന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ, യേശു ദൈവമാണെന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. അപ്പോൾ ഇവിടെ മനഃപൂർവമായാണോ മർക്കോസ് യേശുവിന്റെ രാജകീയതയെ മറച്ചു വെച്ചിരിക്കുന്നത് എന്ന് പലരും ചിന്തിക്കാറുണ്ട്. ദിസ് ഹാസ് ബീൻ കോൾഡ് മാർക്സ് മെസ്സിയാനിക് സീക്രട്ട്. ഇതിനെ മശിഹാ രഹസ്യം എന്നാണ്, മശിഹയെ പറ്റിയുള്ള രഹസ്യം എന്നാണ് ആളുകൾ വിളിക്കുന്നത്. മശിഹയുടെ രഹസ്യം, മശിഹ എന്നുള്ള ആ ഒരു വസ്തുതയിലെ താൻ രാജാവാണെന്നോ താൻ മശിഹയാണെന്നോ ഉള്ള വലിയ പ്രഖ്യാപനങ്ങൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണാതിരിക്കുന്നതിന്റെ കാരണം ആ മെസ്സിയാനിക് സീക്രട്ട് എന്തിനു വേണ്ടിയായിരുന്നു? പലപ്പോഴും കർത്താവ് സൗഖ്യമാക്കിയ ശേഷം പറഞ്ഞിട്ടുണ്ട്, ഇത് ആരോടും നോട്ട് ടു ടെൽ എനിബഡി, ആരോടും പറയരുത്. അപ്പൊ ഈ ഒരു കാര്യത്തിന്റെ ആവർത്തനം നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണാം. പബ്ലിക് ആക്കേണ്ട കാര്യങ്ങൾ മാത്രം പബ്ലിക് ആക്കുക, പബ്ലിക് ആക്കേണ്ട കാര്യങ്ങൾ അതിന് സമയമാകുമ്പോൾ പബ്ലിക് ആക്കുക. ആ ഒരു മെസ്സിയാനിക് സീക്രട്ടും കൂടെ യേശുവിന്റെ മിനിസ്ട്രിയിൽ മർക്കോസ്
പാലിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഈ പുതിയ നിയമ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട്, മിഷനുമായിട്ട് ബന്ധപ്പെട്ട് യേശുവിന്റെ വീക്ഷണത്തെക്കുറിച്ച് നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തെ ആസ്പദമാക്കിയാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. അപ്പൊ ഇനി ഇതിന്റെ ഒരു സെക്കൻഡ് ഫേസ് നമുക്ക് ഇതിന്റെ പുതിയ നിയമ മിഷിയോളജിയുടെ ഒരു പുതിയ നിയമത്തിലുള്ള സെക്കൻഡ് ഫേസ് വീക്ഷണവും കൂടി നമുക്ക് ചിന്തിക്കാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതിനെക്കുറിച്ച് ഇതൊക്കെ മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ?